യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ഹരിഃ ഓം ഹരിഃ ഓം ഹരിഃ. എല്ലാവരും കൂടി നമുക്ക് ജപിക്കാം. ഹരിഃ ഇരുപത്തിയെട്ടാമത്തെ അധ്യായമാണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. 27 അധ്യായങ്ങളിലായി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട്, എന്നാൽ അതെല്ലാം കൂടി എന്ത് പറയുന്നു എന്നുള്ളത് വ്യക്തമാക്കി സൂചിപ്പിച്ചുകൊണ്ട് ഫോക്കസ്ഡായിട്ട് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഉദ്ബോധനമാണ് കൃഷ്ണൻ ഇവിടെ നടത്തുന്നത്. ഈ 28ാമത്തെ അധ്യായം ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഭഗവത്ഗീതയിലെ 18ാമത്തെ അധ്യായം പോലെയാണ്. അപ്പം അതിൽ അദ്ദേഹം തുടങ്ങുന്നത് നിങ്ങളോട് പറയണ്ടായി, പരസ്വഭാവകർമാണീന പ്രശംസയേത് ന ഗർഹയേത്. അന്യൻ്റെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും പ്രവൃത്തികളെയും ഒന്നിനെയും കുറിച്ച് നിങ്ങൾ ആരും വിമർശിക്കരുത്. എന്തെങ്കിലും വിമർശനമുണ്ടെങ്കിൽ തന്നെ അവനവൻ്റെ പെരുമാറ്റത്തെയും അവനവൻ്റെ പ്രവൃത്തികളെയും കുറിച്ച് ആയിക്കോട്ടെ എന്ന്. ഈ ലോകത്തിൽ പലതും നടക്കും. അത് നടക്കുന്നതിന് മുഴുവൻ നമുക്ക് അർത്ഥവും കാരണവും കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പൂജ്യത്തിൽ നിന്നുണ്ടായതാണ് ലോകം മുഴുവനും. അത് നല്ലപോലെ മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ്, ദേഹം മനോമാത്രമിമം ഗൃഹീത്വാ മമാഹമിത്യന്ധധിയോ മനുഷ്യാഃ ഏഷോഹമന്യോയമിതി ഭ്രമേണ ദുരന്തപാരേ തമസി ഭ്രമന്തി. അവനവൻ്റെ കുറ്റം ഒരു കാലത്തും തീരില്ല. എന്നാലും ബാക്കിയുള്ളവനെ കുറ്റം പറയണമെന്ന് തോന്നും ചെയ്യും. ഒറ്റക്കാല് മന്ദൻ എന്ത് ചെയ്തു? ആ മന്ദ മണലിൽ പൂത്തി വെച്ചിട്ട് ഇരട്ടക്കാല് മന്ദനെ മന്ദാന്ന് പറഞ്ഞ് വിളിക്കുകയാണത്രേ. അപ്പം നമ്മുടെ കുറ്റം തീർന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് നമ്മുടെ കുറ്റം ഇല്ലാത്ത പോലെ നടിച്ച് ബാക്കിയുള്ളവരുടെ കുറ്റം പെരുപ്പിച്ച് പറയുക. അതല്ല നമ്മൾ വേണ്ടത്. ഇനി ഈ കുറ്റം എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങടാ ചൂണ്ടണത്? ഈ ലോകം എന്ന് പറയുന്നതാണ് ഒരു സൃഷ്ടിവിശേഷം. അത് വാസ്തവത്തിൽ ഇല്ല എന്ന് കൃഷ്ണൻ വളരെ വ്യക്തമായി പറയുന്നു. ഇത് കൃഷ്ണൻ മാത്രം പറയുന്നതാണോ? അല്ല. കൃഷ്ണൻ എപ്പോഴാണ് വന്നത്? 10ാം സ്കന്ധത്തിലാണ് കൃഷ്ണൻ്റെ ജന്മവും കൃഷ്ണൻ്റെ പ്രവൃത്തികളും നേട്ടങ്ങളും എല്ലാം തന്നെ. അതിനു മുൻപ് ആദ്യമേ മുതൽക്ക് പറയുന്നുണ്ട്. എത്ര ത്രിസർഗോ മൃഷ എന്ന് തുടങ്ങി ശ്രീമദ് ഭാഗവതം. നിങ്ങൾ ഈ ലോകത്തിന് ഇത്ര വലിയ കനവും തൂക്കവും ഒന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്ന്. സാധാരണ ഏതെങ്കിലും ഒരു സ്ഥൂല വസ്തുവിന് അതിൻ്റേതായ ഒരു ഭാരമുണ്ടാവും, കനം അല്ലെങ്കിൽ ഭാരം. അതിവിടെ ഭൂമിയിലിപ്പോൾ 6 കിലോഗ്രാം തൂക്കമുള്ളതാണെങ്കിൽ ചന്ദ്രനിൽ കൊണ്ടുപോയാൽ അതിന് 1 കിലോ തൂക്കേ ഉള്ളൂ. അതും വിട്ട് ശൂന്യാകാശത്തിൽ ചെന്നാൽ ഇവിടെ തൂക്കമുള്ള 6 കിലോ അവിടെ പൂജ്യമായി തീരും. നിങ്ങൾ ചിലരൊക്കെ നമ്മുടെ TV ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ആസ്ട്രോനോട്ട്സിന് മുകളിലേക്ക് അയച്ച സമയത്ത് അവരിങ്ങനെ പോകുമ്പോൾ അവർക്ക് നിൽക്കക്കളിയില്ല, ഗ്രാവിറ്റി ഇല്ല അവിടെ. അതുകൊണ്ട് ഇങ്ങനെ പറക്കുക ആകാശത്തിൽ. എന്നിട്ടാണോ വെൽക്രോ ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഭാരം പോലും സാപേക്ഷികമാണ്, സ്വതന്ത്രമല്ല. മനസ്സിലാവുന്നില്ലേ പറയുന്നത്?
ഇവിടെ 6 കിലോ തൂക്കമുണ്ടെങ്കിൽ ചന്ദ്രമണ്ഡലത്തിൽ അതിന് 1 കിലോയേ ഉള്ളൂ. ശൂന്യാകാശത്തിൽ ചെന്നാലോ തൂക്കമേ ഇല്ല. അപ്പൊ ഈ തൂക്കം പോലും നിരർത്ഥകമാണെന്ന് വന്നാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണോ? ആരെയാണ് നിങ്ങൾ സ്തുതിക്കുന്നത്? ആരെയാണ് നിങ്ങൾ നിന്ദിക്കുന്നത്? ഒരു തരത്തിലും പോണ്ട. വിശ്വം ഏകാത്മകം പശ്യൻ. ഈ വിശ്വത്തിനെ മുഴുവൻ ഏകാത്മകമായി കാണൂ, ഒന്നായിട്ട് കാണൂ, ഒന്നായിട്ട് കാണൂ, രണ്ടായിട്ട് കാണരുത്. ഇവിടെ എത്ര വായുണ്ടവിടെ, എത്ര ആകാശമുണ്ടവിടെ, എത്ര വെള്ളമുണ്ടവിടെ, എല്ലാം കൂടി ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണൻ തുടങ്ങുന്നത്. ഛായാ പ്രത്യാഹ്വയാഭാസ ഹ്യസന്തോപ്യർത്ഥകാരിണഃ ഏവം ദേഹാദയോ ഭാവാഃ യച്ഛന്ത്യാ മൃത്യുതോ ഭയം. ഛായാ പ്രത്യാഹ്വയാഭാസാഃ ഹ്യസന്തഃ അഭി അർത്ഥകാരിണഃ. ഇല്ലാത്ത ഒരു സംഗതി നമ്മളെ വിഷമിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ദൃഷ്ടാന്തങ്ങളുണ്ട് ലോകത്തിൽ. ഇല്ലാത്ത സംഗതി നമ്മെ വിഷമിപ്പിക്കുകയെ, ഭ്രമിപ്പിക്കുകയെ, മോഹിപ്പിക്കുകയെ, പരിഭ്രമിക്കുകയോ ഒക്കെ പരിഭ്രമിപ്പിക്കുകയെ ചെയ്യോ എന്ന് ചോദിച്ചാൽ ചെയ്യും എന്നാണ് മറുപടി. ഒരു കണ്ണാടി മുമ്പിൽ വെച്ചു, ആ കണ്ണാടിയുടെ പിൻഭാഗത്ത് വേറൊരു കണ്ണാടി വെച്ചു എന്നിരിക്കുക. അങ്ങനെ വന്നാൽ ഒരു കണ്ണാടിയിൽ പ്രതിബിംബിച്ചു, ആ പ്രതിബിംബം മറ്റേ കണ്ണാടിയിൽ കണ്ടു, ആ പ്രതിബിംബിച്ചതും അപ്പുറത്ത് വേറെ കണ്ടു. അങ്ങനെ നോക്കിയാൽ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് പറയൂ. കണ്ടിട്ടുണ്ടാവില്ലേ? ഇല്ല എന്നുണ്ടോ? 4 ഭാഗത്തും കണ്ണാടി അങ്ങോട്ട് വെച്ചു വട്ടത്തിൽ. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടന്നു നിന്നാലോ രാസക്രീഡയൊക്കെ തോറ്റുപോകും. രാസക്രീഡയിലെ അങ്കനാമങ്കനാമന്തരേ മാധവോ മാധവം മാധവം ചാന്തരേണാങ്കന ഇഥമാകൽപ്പിതേ മണ്ഡലേ മധ്യഗ സഞ്ജഗൗ വേണുന ദേവകീ നന്ദന. 2 ഗോപസ്ത്രീകൾക്കിടയിൽ ഒരു കൃഷ്ണൻ, 2 കൃഷ്ണന്റെ ഇടയിൽ ഒരു ഗോപസ്ത്രീ. അങ്ങനെയായിരുന്നു അത്ര രാസക്രീഡ. എല്ലാം കൂടി ഇവിടെ എത്ര കൃഷ്ണനുണ്ട്? ഒരു കൃഷ്ണനേ ഉള്ളൂ. പക്ഷെ കണ്ടത് മറിച്ച. അതൊക്കെ തോറ്റുപോവും. 4 ഭാഗവും വട്ടത്തിൽ കണ്ണാടി വെച്ച് നിങ്ങൾ ഇടയിൽ നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? കണ്ടമാനം നിങ്ങളായി. ഇതൊക്കെ നോക്കുമ്പോൾ കാണുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അന്വേഷിച്ച് നടന്നാൽ ഉണ്ടോ? ഇല്ലേ? അതുപോലെയാണ് ഛായാ പ്രത്യാഹ്വയാഭാസ. ഇന്ത്യയിൽ ചില സ്ഥലത്തൊക്കെ ഉണ്ട്. ഏത് സ്ഥലത്താണെന്ന് എനിക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു ഗുഹ പോലെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങളൊന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അനവധി സ്ഥലത്തിൽ നിന്ന് അങ്ങോട്ട് ആരംഭിക്കും. ചിലപ്പോൾ നമുക്ക് പേടിയായി കളയും. കാര്യം നമ്മൾ ഒന്ന് ചുമക്കണേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ശബ്ദമേ വരണുള്ളൂ. പക്ഷെ അതിൻ്റെ പ്രതിബിംബധ്വനികളായിട്ട്, പ്രതിധ്വനികളായി അനവധി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. എത്രയാന്നുള്ളതിന് കണക്കില്ല. അത് ഇല്ല എന്നുണ്ടെങ്കിലും സത്യത്തിൽ നമ്മൾ കേൾക്കുന്നില്ലേ, അനുഭവത്തിൽ കേൾക്കുന്നില്ലേ? അതുപോലെ ഇല്ലാത്തത് ഉണ്ടായി അനുഭവങ്ങൾ രചിക്കാൻ പറ്റുന്നതാണ് ഈ ലോകം എന്ന് പറയുന്ന കൃത്രിമ സൃഷ്ടി തന്നെ. അതിൻ്റെ ഉപജ്ഞാതാവും അധിഷ്ഠാനവുമായി ഒരു വിശേഷപ്പെട്ട ബ്രഹ്മം എന്ന് പറയുന്നത് അവാച്യമായിരിക്കുന്ന ഒരു സത്താവിശേഷമുണ്ട്. അതിന് എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഞൊടിയടയിൽ സങ്കല്പരൂപത്തിൽ ഉള്ളതിനെ ഇല്ലാതെയാക്കുന്നതും ഇല്ലാത്തതെ ഉണ്ടാക്കുന്നതും ഉള്ളതിൽ എന്ത് പരിവർത്തനം വേണമോ അത് വരുത്തുന്നതുമാണത്. അങ്ങനെയാണ് മോഹിനി ഉണ്ടായതും, അങ്ങനെയാണ് ഗജേന്ദ്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതും, അങ്ങനെയാണ് ധ്രുവന്റെ മുൻപിൽ ഓടിയെത്തിയതും, പ്രഹ്ലാദന്റെ മുമ്പിൽ തൂണിന്ന് ചാടിയതും ഒക്കെ അങ്ങനെയാ. എന്ത് വേണമെങ്കിൽ അതിന് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും അത് രചിച്ചതാണല്ലോ. ഈ പ്രപഞ്ചം രചിക്കാമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെ ഒന്ന് കൂട്ടാനും ഒന്ന് കുറയ്ക്കാനും അതിനെന്താ വിഷമം? ഇത് മുഴുവനും സങ്കല്പത്തിൽ നിന്ന് വന്നതാണ്. സങ്കല്പ സൃഷ്ടിയാണത് മുഴുവനും. സങ്കല്പം എന്ന് പറയുന്നത് എവിടുന്നാ പുറപ്പെടുക? മനുഷ്യന്റെ മനസ്സിൽ നിന്ന്. മനസ്സിന് മാത്രമേ സങ്കല്പിക്കാനുള്ള ശക്തിയുള്ളൂ, വേറെ ഒരാൾക്കുമില്ല. ഇതേ സങ്കല്പശക്തി കൊണ്ടാണ് പാഞ്ചഭൗതികമായിരിക്കുന്ന പ്രപഞ്ചമുണ്ടായത്. ഒരു ഭാഗത്ത് സമയം, ഒരു ഭാഗത്ത് ദേശം, പിന്നെ ഒരു ഭാഗത്ത് കാലം, പിന്നെ കാര്യകാരണ ശൃംഖല. ഇങ്ങനെ എല്ലാമായിട്ടുള്ള പ്രപഞ്ചം മുഴുവനും പുറപ്പെട്ടത് സങ്കല്പത്തിൽ നിന്നാണ്. സങ്കല്പജാലകലനൈവ ജഗത് സമഗ്രം സങ്കല്പജാലകലനാത്തു മനോവിലാസ സങ്കല്പജാലമലമുസൃജ നിർവികൽപം ആശ്രിത്യ നിശ്ചയമവാപ്നുഹി രാമ ശാന്തിം. വസിഷ്ഠർ പറയാണ് 16 വയസ്സായ രാമനോട്. ഇവിടെ 16 വയസ്സ് പ്രായമുള്ളവർ എത്രയുണ്ട്? ഒരു പക്ഷേ ആരും ഉണ്ടാവില്ല.
16 വയസ്സായ രാമനെ ഉപദേശിക്കുകയാണ് ആര്? വസിഷ്ഠർ. ആ ഉപദേശം മുഴുവനും ആ കുട്ടി ഉൾക്കൊണ്ടു. കാലത്ത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സന്ധ്യാവന്തനമൊക്കെ കഴിച്ച് പ്രാതലും കഴിഞ്ഞിട്ട് വസിഷ്ഠ മഹർഷി അങ്ങോട്ട് തുടങ്ങും സംസാരിക്കാൻ. സൂര്യാസ്തമനത്തിൽ എഴുന്നേറ്റ് പോയി സന്ധ്യാവന്തനം കഴിക്കുന്നത് വരെയാണ് സംസാരം. അത് കഴിഞ്ഞാൽ പോയി കടന്നു ഊണ് കഴിച്ചു വിശ്രമിച്ചതിന് ശേഷം വസിഷ്ഠരെയും കൂട്ടരെയും പോയി കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ 18 ദിവസമാണ് കേട്ടത്. പരീക്ഷിത്ത് കേട്ടതോ 6.5 ദിവസമായിരിക്കാം ഒരു പക്ഷേ. നമുക്ക് ഈ തത്വോപദേശം എത്ര ദിവസം വേണമെങ്കിൽ മുടങ്ങാതെ നടത്താം. ഈ നൈമിഷാരണ്യം എന്നുള്ള പേര് തന്നെ എങ്ങനെ വന്നു? അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ പിന്നെ സമയം പോണത്, നിമിഷം പോണത് അറിയില്ലത്രേ. എന്താ കാരണം? സഹസ്രാബ്ദങ്ങളായി ശതാബ്ദങ്ങളായി അവിടെ ഇങ്ങനെ തത്വപ്രവചനം നടന്നുകൊണ്ടിരിക്കുകയാണ് വിടാതെ. ഒന്നുമില്ലെങ്കിൽ 10 കൊല്ലമായി ഒരേ സ്ഥലത്ത് നാം നടത്തി വരുന്നുണ്ടല്ലോ. അങ്ങനെ വിടാതെ നടത്തിക്കൊണ്ടിരിക്കുക. പലരും വരും, പലതും സംസാരിക്കും. സംസാരിക്കുന്ന വിഷയം എന്താ? പുറമേ ഉള്ളതൊന്നുമല്ല. സംസാരിക്കുന്ന വിഷയം ഓരോരോ വ്യക്തിയെയും ആ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിനെ സംബന്ധിക്കുന്നത്, ബുദ്ധിയെ സംബന്ധിക്കുന്നത്, അഹങ്കാരത്തെ സംബന്ധിക്കുന്നത്. ഇത് 3 തലത്തിനും അപ്പുറത്ത് ചെന്ന് അവാച്യവും അനിർവചനീയവുമായിരിക്കുന്ന ആത്മതലം എന്നൊന്നുണ്ട്. ആ ആത്മതലത്തിലാണ് ഈ അനന്തമായിരിക്കുന്ന പാഞ്ചഭൗതിക പ്രപഞ്ചം അങ്ങനെ കുമിള പോലെ സഞ്ചരിക്കുന്നത്. അതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക. ഇത് പറഞ്ഞവൻ പറഞ്ഞു മുഴുവനാക്കി എന്ന് പറയാൻ പറ്റില്ല. കേട്ടവനോ ഒടുക്കി ഞാൻ അവസാനിച്ചു എന്നും പറയാൻ സാധിക്കില്ല. എത്ര വേണമെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാം. അങ്ങനെ വിശേഷപ്പെട്ട ഒരു വിഷയമാണിത്. ഈ അധ്യാത്മമായി പ്രവർത്തിക്കുന്ന സന്യാസിമാരും തപസ്വികളുമുണ്ടല്ലോ, ഇവരെന്തെങ്കിലും ബഹുജന പ്രസ്ഥാനത്തിൽ പോയി അവരെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു നോക്കിയാൽ അവർക്ക് ജയിൽ സൂപ്രണ്ട് അടക്കം വന്ന് കേൾക്കും അവർ പറയണത്. അവർക്ക് വലിയ ഒരു ശക്തിയാണ്. കൊല്ലങ്ങൾ മുൻപ് ചെറുതുരുത്തിയിൽ ഒരു പങ്ങാവ് ശിവക്ഷേത്രമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഊട്ടുപുര തദ്ദേശവാസികൾ അവിടുത്തെ സഹകരണ ആസ്പത്രി കൈകേറി എന്തോ ഒരു ശരിയല്ലാത്ത തീറൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് 5 കൊല്ലത്തിലേറെ അത് പൂട്ടിക്കിടന്നു. ആ പൂട്ടിക്കിടന്നതിന് ശേഷം ഞങ്ങൾ ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ ഇങ്ങനെ നമ്മുടെ സമാജത്തിൽ ഒരു ക്രോഡീകരണം, ഒരു ഐക്യമുണ്ടാക്കണം എന്ന് വിചാരിച്ച് പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും അവശതകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് വരാം, ഞങ്ങൾ സഹായിക്കാമെന്ന്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥന്മാരും കൂട്ടുകാരും കൂടി ഞങ്ങളുടെ അടുത്ത് വന്നു. പുരുഷോത്തമ സ്വാമിജിയെ കണ്ടതിന് ശേഷം എങ്ങനെയെങ്കിലും ഈ ക്ഷേത്രം തുറന്ന് പൂജ പുനഃസ്ഥാപിക്കണം, രണ്ടാമത് തുടങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന ആദ്യമായി ഞങ്ങൾ നടത്തിയത് ഒരു വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞമാണ്. അവസാനം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അനിശ്ചിതമായിരിക്കുന്ന ഒരു ഉപവാസം തുടങ്ങി. അനിശ്ചിതമായിരിക്കുന്ന ഒരു ഉപവാസമാണ് അവിടെ തുടങ്ങിയത്. ആ സമയത്തെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്താ? അധ്യാത്മമായിട്ടുള്ള ഒരു പ്രവചനമാണ് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നടക്കുക. 5-ാം ദിവസം നമ്മുടെ സർക്കാരും കളക്ടറേറ്റും എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് അവർക്ക് എവിക്ഷൻ നോട്ടീസ്, ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് അവരുടെ വാതിലൊട്ടിച്ച് ഞങ്ങളോട് ഉപവാസം അവസാനിപ്പിക്കാൻ പറഞ്ഞു. അധികാരികൾ ആവശ്യപ്പെട്ടാൽ നമ്മളത് ഉൾക്കൊള്ളണമല്ലോ. ഞങ്ങൾ ഉൾക്കൊണ്ടു. പക്ഷെ അതുകൊണ്ടൊന്നും അവർ പോണ കൂട്ടത്തിലില്ല. അതങ്ങനെ ഒരു പുറംപൂച്ച് മാത്രമേ ആയുള്ളൂ. അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ചു, ഒരു കാര്യം പറഞ്ഞു. ഞാനാ പറഞ്ഞത് 108 തവണ നമുക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ജപിക്കുക എന്ന്. അത് ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം ചിലപ്പോൾ 4 ദിവസം, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി കുറച്ചു. അങ്ങനെയായിട്ട് 108 തവണ വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണ്. മഴയൊക്കെ പെയ്യും, കുടയും പിടിച്ചു വന്ന് ജപിക്കാൻ അന്ന് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങളാണെങ്കിൽ വരുമോ? എത്ര ആൾ വരുമെന്ന് കൈ പൊന്തിക്കൻ? പോരാ, കൈ പോരാ, കടം മേടിക്കണേ എനിക്ക്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കാനാ തുടങ്ങി. എന്തിനു പറയണേ, 50 എണ്ണം 58 എണ്ണം കഴിയുമ്പോഴേക്കും ഊട്ടുവര എവിക്റ്റ് ചെയ്ത് പൂജ പുനഃസ്ഥാപിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പോരും ചെയ്തു. നമുക്കിതൊക്കെ തുറപ്പിക്കലല്ല ജോലി വാസ്തവത്തിൽ. പക്ഷേ ഒരു ആപദ്ഘട്ടത്തിൽ ആപദ്ധർമ്മം എന്നുള്ള നിലയ്ക്ക് പോയി സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെ എവിടെ കൊണ്ടുപോയാലും അതിൻ്റെ ഇടയിൽ പല സന്ദർഭത്തിലും നമുക്ക് പല പോലീസുകാരെപ്പോഴും ഉണ്ടാവും, ഇൻ്റലിജൻസ് വിഭാഗവും ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഒക്കെ സംസാരിച്ചത് ഭഗവത്ഗീതയാണ്. ആ ഭഗവത്ഗീത നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ 56 കൊല്ലമായി ഭഗവത്ഗീത പറഞ്ഞു നടക്കണു. അപ്പോൾ ഭാഗവതമാണ്, എന്നാ ഇത് പറഞ്ഞാൽ അവസാനിപ്പിക്കുക? അങ്ങനെ ധാരാളം നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കാം. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീരാമനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സങ്കൽപ്പജാലകലനൈവ ജഗത് സമഗ്രം സങ്കൽപ്പജാലകലനൈവ
ഈ ലോകം മുഴുവനും സങ്കല്പത്തിൻ്റെ ജാലമാണ്. സങ്കല്പം കൊണ്ടുണ്ടാക്കി തീർത്തിട്ടുള്ളതാണ് ഈ ലോകം. നിങ്ങളുടെ മനോമണ്ഡലത്തിൽ ചിന്തകളും ഭാവങ്ങളും വിചാരങ്ങളും പല വിധത്തിലുള്ള സ്മരണകളും എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരാമോ? ശരീരത്തിൻ്റെ ഉള്ളിൽ എത്ര സ്ഥലമുണ്ട്? അവിടെ ഉയരുന്ന ചിന്തകളുടെ സംഖ്യ എത്രയാ? അതെല്ലാം നിരത്തി വയ്ക്കുകയാണെങ്കിൽ എത്ര സ്ഥലം വേണം? എത്ര ഭാവങ്ങൾ ഉണ്ടാവണു? ഇത് മുഴുവനും ഏത് ദേശത്തിലും ഏത് കാലത്തിലുമാണ് നിലനിൽക്കുന്നത്? സ്വപ്നത്തിൽ ഉണ്ടാവുന്ന പദാർത്ഥങ്ങൾക്ക് വിസ്താരം എത്രയുണ്ട്? കനം എത്രയുണ്ട്? തൂക്കം എത്രയുണ്ട്? 3 ഡയമെൻഷൻസ് അളവുകൾ എത്രയുണ്ട്? ഇത് മുഴുവനും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുമോ? നിൽക്കില്ല. എന്നാൽ ഉണ്ടാവുന്നില്ലേ? ഉവ്. അനുഭവിക്കുന്നില്ലേ? ഉവ്. ആരെങ്കിലും പറയോ ഇല്ല എന്ന്? പറയില്ല. അതൊക്കെ ആ സങ്കല്പത്തിൻ്റെ ശക്തിയാണ്, മനസ്സിൻ്റെ ശക്തിയാണ്. ഈ സങ്കല്പശക്തി തന്നെയാണ് ഒന്നുമില്ലാതെ, ദ്രവ്യമോ ഊർജമോ ഒന്നുമില്ലാതെ ഇരുന്ന കാലത്ത് പ്രപഞ്ചം ഘനീഭവിച്ചുണ്ടാവാനുള്ള കാരണം ഈ സങ്കല്പം മാത്രമാണ്. എന്താ ഈ സങ്കല്പം? സമ്യക്കായിട്ടുള്ള കൽപ്പനം ചെയ്യുക. ഒരു നിശ്ചയം മൂക്കിൻ്റെയോ കയ്യിൻ്റെയോ കാലിൻ്റെയോ ഒന്നുമല്ല. നിശ്ചയം എന്ന് പറയുന്നത് ബുദ്ധിയുടെയാണ്. സ്മരണ എന്ന് പറയുന്നത് മനസ്സിൻ്റെയാണ്. ചിന്ത എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നതാണ്. വികാരങ്ങളും ഭാവങ്ങളും മനഃസൃഷ്ടികളാണ്. അപ്പൊ ദ്രവ്യമല്ലാത്തതും ഊർജമല്ലാത്തതും ദ്രവ്യ ഊർജ അതീതമായിരിക്കുന്ന ചേതനാമയമായിരിക്കുന്ന മനസ്സ് അതിൻ്റെ സങ്കല്പശക്തി കൊണ്ടുണ്ടാക്കുന്നതാണ്. ഈ ലോകം മുഴുവനും അങ്ങനെയാണ് രാമ. സങ്കല്പജാലകലനൈവ ജഗത് സമഗ്രം സങ്കല്പജാലകലനാത്തു മനോവിലാസ. എങ്ങനെയാണോ ഈ ജഗത്ത് മുഴുവനും സങ്കല്പത്തിൻ്റെ ജാലം, വിസ്തൃതമായിരിക്കുന്ന ജാലം നെറ്റ്വർക്കാണെന്ന് പറയുന്നത്, ആ നെറ്റ്വർക്കിൽ നിങ്ങൾ എന്തെല്ലാം വിചാരിക്കുന്നുവോ, ആശ്വാസം കൊള്ളുന്നുവോ, ആനന്ദിക്കുന്നുവോ ഒക്കെ സങ്കല്പത്തിൻ്റെ മുകളിലാണ്. സങ്കല്പജാലകലനാത്തു മനോവിലാസ. ഞാൻ ഇത്ര കൊല്ലം ജോലി ചെയ്തു, നല്ലൊരു പെൻഷനുണ്ട്, കുറേ ഫിക്സഡ് ഡെപ്പോസിറ്റും ഉണ്ട്, നല്ല ഒരു ഫ്ലാറ്റ് ഉണ്ട്, കുട്ടികൾക്കും ഫ്ലാറ്റ് മേടിച്ചു, എനിക്ക് ഒരു വിഷമവും ഇല്ല, കഴിഞ്ഞുകൂടാൻ എത്ര വേണമെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ചില ഗർവും അഹങ്കാരവും ഒക്കെ മനുഷ്യർക്കുണ്ട്. ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാ? നമ്മുടെ മനസ്സിലുള്ള കൽപ്പനയാണ്. കിടന്നുറങ്ങുമ്പോൾ ഇതൊക്കെ പോയി. സങ്കല്പം കൊണ്ടുള്ള മനോവിലാസമേ ഇവിടെയുള്ളൂ. സങ്കല്പജാലമലമുസൃജ നിർവികൽപ്പമാശ്രിത്യ. ജന്മജന്മങ്ങളായി നാം നടത്തുന്ന സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങൾക്കൊരു അറുതി വരട്ടെ രാമ. മതി മതി, നിർത്തു. ഉസൃജ, അതിനെ വിട്ടുകളയൂ. എന്നിട്ടോ നിർവികൽപ്പമാശ്രിത്യ സങ്കല്പിച്ച് ആ സങ്കല്പത്തിലൂടെ പല വിധത്തിലുള്ള പരിണാമങ്ങളും പരിവർത്തനങ്ങളും ക്ഷോഭങ്ങളും കോപതാപങ്ങളും ആശ്വാസങ്ങളും അത്യാഹ്ലാദങ്ങളും എല്ലാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണമല്ലോ. അത് എത്ര ജന്മജന്മങ്ങളായി നടത്തുന്നു. പോരെ നിർത്തു. നിർവികൽപ്പമാശ്രിത്യ. ഈ കൽപ്പിക്കുന്നത് മുഴുവനും എൻ്റെ മനസ്സാണ്. സങ്കല്പിക്കുന്ന മനസ്സിന് സങ്കല്പം ഇല്ലാതെയിരിക്കാനും സാധിക്കും. അതിൻ്റെ തെളിവാണല്ലോ പ്രതിദിനം നാം കിടന്നുറങ്ങുന്നത്. എത്ര ദുഃഖിതനും ദുരിതമനുഭവിക്കുന്നതിനും ആവലാതിക്കാരനും പിച്ചയും എരപ്പാളിയും സർവ്വ ആൾക്കാരും ഭംഗിയായിട്ട് കിടന്നുറങ്ങും. ഒരു പണക്കാരൻ്റെ ഉറക്കത്തിനും ഒരു പിച്ചക്കാരൻ്റെ ഉറക്കത്തിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമ്മുടെ പ്രേക്ഷകരെ? ഉണ്ടോ? പിച്ചക്കാരൻ കിടന്നുറങ്ങി, അയാൾ പിച്ചക്കാരനായത് ഉറങ്ങുന്ന വരെയാ. ഉറങ്ങുമ്പോൾ അയാൾ പിച്ചയല്ല. പണക്കാരനോ ഉറങ്ങുന്ന വരെയാണ് തൻ്റെ പണം. ഉറങ്ങുന്ന സമയത്തോ ഒന്നുമില്ല. അവിടെ പണമില്ല, അവിടെ ഏഴത്തമില്ല, അവിടെ പ്രഭുത്വമില്ല. അങ്ങനെ എല്ലാറ്റിനെയും വിടാൻ നമുക്ക് സാധിക്കും. ഇല്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. പറയുകയാണെങ്കിൽ ഇന്ന് മുതൽക്ക് ഉറങ്ങരുത്. ഉറങ്ങുന്നുണ്ടോ? അവിടെ ഒക്കെ പോയി. നിർവികൽപ്പമാശ്രിത്യ നിശ്ചയമവാപ്നുഹി രാമ ശാന്തിം. ആ സങ്കല്പത്തിനെ മുഴുവൻ ഇച്ഛാശക്തി കൊണ്ട് വിട്ട് മനസ്സിനെ ശുദ്ധമണ്ഡലമാക്കി, നിശ്ചലമാക്കി, നിർവികൽപ്പമാക്കി, നിർലിപ്തവും നിർവികാരവുമാക്കി സുഖമായിട്ട് കഴിഞ്ഞുകൂടൂന്ന്. ഇതൊക്കെ പറഞ്ഞിട്ട് രാമനോട് സിംഹാസനത്തിൽ ഇരിക്കേണ്ടെന്നോ കാട്ടിലേക്ക് പോകണമെന്നോ പ്രപഞ്ചത്തിനോട് വൈമുഖ്യം വേണമെന്നോ അല്ല പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഒരു വിധത്തിലുള്ള ആവലാദികളും അല്ലലും അലട്ടും ചാഞ്ചല്യവുമില്ലാതെ ഒരു ആനന്ദ ഭാസ്കരനായി ജീവിക്കണം, ആഹ്ലാദ സുന്ദരനായി ജീവിക്കണം, വ്യവഹാര കുശലനായി ജീവിക്കണം എന്നാണ് പറയുന്നത്. അതിനാണ് ഈ ജ്ഞാനം മുഴുവനും.
ഏവം ദേഹാദയോ ഭാവാഃ യച്ഛന്ത്യാമൃത്യുതോ ഭയം. അങ്ങനെയൊക്കെ ആയാലും ഈ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാലും ഈ ദേഹം നമ്മളെ ഭ്രമിപ്പിക്കുന്നത് എന്തിനാ? ആമൃത്യുതോ ഭയം. മൃത്യു വരെ ഇത് നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇല്ലാത്തതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാത്ത സാധനം നമ്മളെ വിഷമിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ വിഷമിപ്പിക്കും. അതിനുള്ള തെളിവുകളാണ് കയറുപാമ്പ്. എന്താ ഈ കയറുപാമ്പ്? കയറ് നീളത്തിലൊരു സാധന, അല്പസ്വല്പം വണ്ണമൊക്കെ ഉണ്ടാവും. അതവിടെ കിടക്കണമെന്ന് വിചാരിക്കുക. ഇത്തിരി നിഴലാണ്, നല്ല വെളിച്ചമില്ല. പെട്ടെന്ന് കണ്ടാൽ നമ്മുടെ മനസ്സിൽ തോന്നണത് കയറാണെന്നല്ല തോന്നുക, പാമ്പാണെന്നാ തോന്നുക. തോന്നിക്കഴിഞ്ഞതിന് ശേഷം പാമ്പാണോ എന്ന് തൊട്ട് നോക്കി, ആടുന്നുണ്ടോ നോക്കി, അല്ലെങ്കിൽ വെളിച്ചം കൊണ്ടുവന്ന അപ്പോഴേ കയറെന്ന് മനസ്സിലാവുള്ളൂ. കയറായിട്ട് അവിടെ കിടക്കുന്ന സാധനം കയറെന്ന് തന്നെ നോക്കിയവർക്ക് തോന്നിയാൽ പോരെ, അതെന്തിനാ പാമ്പായി തീരണത്? ആദ്യം നമ്മുടെ മനസ്സിൽ ഭ്രമം കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിയായിട്ടുള്ള ചിന്താഗതി. ഈ ഭ്രമം ആർക്കൊക്കെ ആവാം എന്ന് ചോദിച്ചാൽ ആർക്കും ആവാം, എവിടെയും വന്ന് നിൽക്കാം. മര്യാദാപുരുഷോത്തമൻ സത്യസുന്ദരനായിരിക്കുന്ന ശ്രീമാൻ രാമചന്ദ്ര മഹാപ്രഭു. ആര്? രാമചന്ദ്ര മഹാപ്രഭു. സീത അപഹരിക്കപ്പെട്ടു. അവർക്ക് ആർക്കും ഒരു പിടിയും കിട്ടിയില്ല. രണ്ടാളും കൂടി പുറപ്പെട്ടു. രാമൻ വല്ലാതെ കരഞ്ഞു വിഷമിച്ചു. അപ്പൊ ലക്ഷ്മണൻ പറയുകയാണ്, എൻ്റെ ജ്യേഷ്ഠ, അങ്ങ് സ്ഥിതപ്രജ്ഞനല്ലേ, മനസ്സിന് ഇത്രയധികം ഇടയിളക്കം വരാമോ? ജ്യേഷ്ഠത്തിയമ്മ പോയി കാണാനില്ല എന്നുള്ളത് തീർച്ചയാണ്. നമ്മൾ അതിനെപ്പറ്റി വിലപിക്കുകയല്ല വേണ്ടത്. എവിടെയായാലും പോയി തെരഞ്ഞു കണ്ടുപിടിക്കുന്നതിലായിരിക്കണം നമ്മുടെ ശേഷിയും ശേമുഷിയും ഉത്സാഹവും തിമിർപ്പുമെല്ലാം. അതുകൊണ്ട് നമുക്ക് പുറപ്പെടുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് കണ്ടത് ജടായുവിനെയാണ്. ആരെ? ജടായുവിനെ കണ്ടു. ജടായുവിനെ കണ്ടപ്പോ ചിറക് രണ്ടുമില്ല. അപ്പൊ ചിറക് രണ്ടുമില്ല എന്ന് പറഞ്ഞപ്പോ വയറിങ്ങനെ വീർത്ത് മത്തങ്ങ പോലെ ഇരിക്കുക. കണ്ടുടനെ രാമൻ പറഞ്ഞു, ഇതാ കണ്ടില്ലേ ഈ രാക്ഷസൻ, എൻ്റെ സീതയെ പിടിച്ചു തിന്ന് വയറ് വീർപ്പ് മുട്ടിയിരിക്കുക. അവനെ ഇപ്പൊ ഞാൻ യമപുരിക്ക് അയച്ചു കളയാം എന്ന് പറഞ്ഞ് ആവനാഴിയിൽ നിന്ന് അമ്പ് ഇങ്ങോട്ട് ഊരിയതാ. അപ്പോഴേക്കും ജടായു അവിടെ നിന്ന് പറഞ്ഞു, മഹാപ്രഭോ, എൻ്റെ മേലെ അമ്പ് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ പ്രാണൻ പോയിക്കൊണ്ടിരിക്കുക. വല്ല വിധവും ഞാനത് പിടിച്ചു നിർത്തി അങ്ങ് വരുമ്പോ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും എന്താന്നുള്ള വർത്തമാനം പറഞ്ഞ് ധരിപ്പിച്ച് പ്രാണൻ വിടാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പോഴാ രാമന് അയ്യത്തടാന്നായത്. ആർക്ക്? രാമചന്ദ്ര മഹാപ്രഭുവിന് അയ്യത്തടാ. നോക്കൂ, ഇത്ര നല്ല ഒരു ഉത്തമ മിത്രം, ആ മിത്രത്തിനെ കണ്ട് എൻ്റെ ഭാര്യയെ തിന്ന് വയറ് വീർപ്പിച്ച് മത്തങ്ങ പോലെ കിടക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന്. ഇതാണ് ഭ്രമേ നമ്മുടെ മനസ്സിൽ ആദ്യം വരുള്ളൂ. നേര് തോന്നില്ല, തകരാറേ തോന്നൂ. കയറ് കണ്ടിട്ട് ഇത് കയറാണെന്നല്ല തോന്നുക, പാമ്പാണെന്നാ തോന്നുക. പിന്നെ പരിശോധിച്ചു വേണം അത് പാമ്പല്ലാതെയാക്കി തീർക്കാൻ. അതുപോലെ കക്ക എന്ന് പറയുന്ന സാധനമുണ്ട്. അത് കണ്ടാൽ അത് വെള്ളി പോലെ മിന്നിക്കൊണ്ടിരിക്കുക, അത് വെള്ളിയാണെന്ന് തോന്നും അത്രേ. ഒന്ന് കയറ് പാമ്പായി, ഇവിടെ ഒന്നിനും കൊള്ളാത്ത കക്കയോ വെള്ളിയായി. അങ്ങനെയുണ്ട് ഭ്രമം. അത് കഴിഞ്ഞാലോ നിലാവുള്ള ദിവസം രാത്രി അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് വഴിയിൽ എന്തെങ്കിലും ഒരു തൂണോ ഒരു കല്ലോ ഒരു അത്താണിയോ ഒക്കെ കണ്ട ആദ്യം തോന്നണത് ഇത് പ്രേതമാണ്, പിശാചാണെന്നാ. അത് കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കിയുള്ള കാര്യമുള്ളൂ. കയ്യിലുള്ള ടോർച്ച് എടുത്ത് നോക്കി കണ്ടുപിടിക്കുക. കാണുമ്പോഴേക്കും തെറ്റിദ്ധാരണ വരിക മനുഷ്യന്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ലോകത്തിൻ്റെ സ്വഭാവം, മനുഷ്യൻ്റെ മനസ്സിൻ്റെ സ്വഭാവം, മനുഷ്യ സൃഷ്ടിയുടെ പ്രകൃതിവിശേഷമാണ് ഈ കാണുന്നത് മുഴുവനും. ഇതൊക്കെ ഈ ഭ്രമം വരുന്ന സമയത്ത് നമ്മൾ എന്തു വേണം? ആ ഭ്രമത്തിന് വിധേയമായി പേടിച്ച് ഓടിപ്പോണോ അതോ അത് നീക്കാൻ വേണ്ടി പരിശ്രമിക്കണോ എന്നാണ് ചോദ്യം. വീണ്ടു വിചാരമില്ലാതെ വിശേഷ ബുദ്ധിയില്ലാതെ അരനിമിഷം മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഇടയിലൊരു വാക്കുണ്ട്, ആര്യൻ എന്നൊരു വാക്ക്. സാധാരണ ഈ വാക്ക് എവിടെയാ കാണുക? ആര്യൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ് ഭാരതത്തിലെ സഭ്യതയെ നമ്മുടെ സംസ്കാരത്തെ ചിത്രീകരിക്കാറുണ്ട്. ആ ആര്യന്മാര് ഭാരതഭൂമിയിലുള്ളവരല്ലാത്രേ, അവർ പുറമേന്ന് വന്നവരാണെന്നാണ് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്താ, നമുക്കൊന്നും ആര്യനാവാനുള്ള യോഗ്യതയില്ല അവരുടെ അഭിപ്രായത്തിൽ. അവര് ആര്യന്മാര്. ഇന്ത്യക്കാർക്ക് ഒരു ക്രെഡിറ്റും ഉണ്ടാവരുത്. ആ ഇന്ത്യക്കാരുടെ മുത്തച്ഛൻ്റെ പാരമ്പര്യയിൽപ്പെട്ട ഒരൊറ്റ ആൾ നല്ലവരല്ല, ഒക്കെ കഴുതകളാ. ഇതാണ് അവർക്ക് പറയാൻ തോന്നിയത്. അത് നമ്മൾ കേൾക്കാനും ഛർദ്ദിച്ചത് വിഴുങ്ങാനും കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു.
അപ്പൊ ആര്യന്മാർ എന്ന് പറഞ്ഞാൽ ആരാണോ തൻ്റെ ജീവിതത്തെക്കുറിച്ച്, താൻ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച്, താൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച്, തൻ്റെ മനോഭാവങ്ങളെക്കുറിച്ച്, തൻ്റെ വീക്ഷണഗതികളെക്കുറിച്ച് കൂലങ്കഷമായി പരിശോധിച്ച് അത് തെറ്റോ ശരിയോ തെറ്റോ, ശരിയാണെങ്കിൽ എവിടത്തോളം, അത് വിട്ടു വല്ല സത്യവുമുണ്ടോ എന്നിങ്ങനെ വീണ്ടു വിചാരത്തോടും വിശേഷബുദ്ധിയോടും കൂടി നിരന്തരം സത്യനിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പരിശ്രമിക്കുന്നവനാണ് ആര്യൻ, ശ്രേഷ്ഠൻ എന്നർത്ഥം. ആരാ ഈ ശ്രേഷ്ഠൻ? പ്രവൃത്തി മുൻപും ആലോചന പിൻപുമല്ല, ആലോചന മുമ്പും പ്രവൃത്തി അനന്തരവുമായിരിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിച്ച് വേണം ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് ലോകത്തെ അനുകരിക്കാനുള്ള ഒരു സ്വഭാവം നമുക്ക് ധാരാളമുണ്ട്. അനുകരിക്കാൻ നമ്മൾ ആരെയാ അനുകരിക്കുക? നമ്മളെക്കാൾ ഭേദപ്പെട്ടവരാണ് പാശ്ചാത്യന്മാരെന്നൊരു തോന്നലുണ്ട്. അപ്പം അവിടെ കാണിച്ചതൊക്കെ നമ്മളിങ്ങനെ അനുകരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ അനുകരണ മനസ്ഥിതി തീരെ തെറ്റാ. ഒരു ആര്യൻ അത് ചെയ്യരുത്, ആലോചിച്ച് നോക്കണം. നമ്മുടെ രാജാക്കന്മാർ, അവരുടെ രാജ്യമാരൊക്കെ ഭർത്താവിനെ ആര്യപുത്ര എന്നാണ് വിളിക്കുക. നാടകങ്ങളിലൊക്കെ എഴുതി കാണാം ആര്യപുത്ര എന്നുള്ള സംബോധന. അപ്പം ആര്യപുത്രൻ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ, എപ്പോഴും ആലോചനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്നവൻ, കാര്യങ്ങളെ പരിശോധിച്ച് സത്യം കണ്ടുപിടിക്കാൻ ഔത്സുക്യമുണ്ട്, തീവ്രതയുണ്ട്, പ്രതിബദ്ധതയുമുണ്ട്. അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ആര്യന്മാർ എന്ന് പറഞ്ഞാൽ. ആ ആര്യന്മാരെ പറ്റി പറയുകയാണ്. എന്താ അതെന്ന്? ഇതാണല്ലോ ഭ്രമം. ആ ഭ്രമം തീരണമെങ്കിൽ എന്തു വേണം? ഗച്ഛതസ്തിഷ്ഠതോ വാപി ജാഗ്രത സ്വപതോ വിവ ന വിചാരപരം ചേതോ യസ്യാസൗ മൃതയേവ സഹ. വസിഷ്ഠൻ ശ്രീരാമനോട് പറയുകയാണ്, ഗച്ഛതസ്തിഷ്ഠതോ വാപി ജാഗ്രത സ്വപതോ വിവ. ഗച്ഛത നടക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ, തിഷ്ഠതോ വാപി ഇരിക്കുന്ന സമയത്താണെങ്കിലും, ജാഗ്രത സ്വപതോ വിവ ഉണർന്നിരിക്കെ അല്ല ഉറങ്ങ്. അങ്ങനെ ആയാലും ആരുടെ മനസ്സാണോ വിചാരം ചെയ്യാതെ ഇരിക്കുന്നത്, വിചാരശീലമില്ലാത്തവൻ, വിചാരം എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും സ്മരിക്കുന്നതും ചുറ്റുപാടുകളും എല്ലാറ്റിനെയും കുറിച്ച് പരിശോധനാരൂപത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവത്തിനാണ് വിചാരശീലം എന്ന് പറയുക. ആ വിചാരം വേണ്ടതുപോലെ നടത്താത്തവനുണ്ടല്ലോ, യസ്യാസൗ മൃതയേവ സഹ, ആ ആൾ മരിച്ചതിന് തുല്യമാണെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ന് മുതൽക്കൊന്ന് ആലോചിക്കുമോ നിങ്ങൾ? എന്തിനെക്കുറിച്ച് ആലോചിക്കും? അവനവൻ്റെ ജീവിതം. ഞാൻ ആര്? ലോകമെന്ത്? എൻ്റെ മനസ്സെവിടെ? എന്താണ് എൻ്റെ ചിന്ത? ഇത്രയധികം ചിന്തകൾ എവിടുന്ന് പൊങ്ങണു, എവിടെ നിൽക്കണു, എവിടെയാണത് പരിസമാപിക്കുന്നത്, അസ്തമിക്കുന്നത്? ഇത്രയധികം ചിന്തകൾ ഉത്പത്തിയായിട്ടും എൻ്റെ മനസ്സിന് വല്ല കുറവും വരുന്നുണ്ടോ? ഇങ്ങനെ കുറവ് വരാതെ ഇത്രയധികം സൃഷ്ടി നടത്താൻ സാധിക്കുന്ന ഒരു പൊരുൾ എനിക്ക് എവിടെ കാണാൻ സാധിക്കും? ഈ മനസ്സ് തന്നെ ആയിരിക്കുമോ വാസ്തവത്തിൽ ജഗദീശ്വരൻ? ഇത് തന്നെയാണോ പരമാത്മാവ് എന്നിങ്ങനെ ആലോചിച്ചോളൂ. ആലോചനയിലൂടെയാണ് നമുക്ക് നേട്ടം. ശരീരം 21 വയസ്സ് വരെ വളർന്നാൽ പിന്നെ ക്ഷയിക്കാൻ തുടങ്ങുകയാണ്. അവിടുന്ന് അങ്ങടതിന് യുവത്വമില്ല, ക്ഷയിക്കുകയാണ്. ആ ക്ഷയം വർദ്ധിച്ചാണ് ഒരു കാലത്ത് നാം മരിക്കുന്നത്, വേറെ ഒരു അപകടവും ഉണ്ടായില്ലെങ്കിൽ. അപ്പം ശരീരത്തിൻ്റെ വളർച്ച 21 വയസ്സ് വരെയുള്ളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് പ്രായപൂർത്തി വരുന്നത്. തൻ്റെ സ്വന്തം ചിന്താഗതി, തൻ്റെ വീക്ഷണഗതി, തനിക്കുള്ള അഭിലാഷങ്ങൾ, ഐച്ഛികതയോടുകൂടി ജീവിക്കാനുള്ള അവസരം പ്രായപൂർത്തി വരുമ്പോഴാണ്. ആ പ്രായപൂർത്തി വന്നപ്പോൾ ശരീരത്തിൻ്റെ വളർച്ച തീർന്നു എന്നിരിക്കെ പിന്നെ വളരാനുള്ളത് ഏതാണ് പ്രേക്ഷകരെ? എന്താ പിന്നെ നിങ്ങളിൽ വളരാനുള്ളത്? മനസ്സാണ്, ബുദ്ധിയാണ്. ആ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന, വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് വിചാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിചാരശീലം ഇല്ലാത്ത മനുഷ്യനുണ്ടല്ലോ, ആ ആള് ഒന്നിനും കൊള്ളാത്തവനാണ്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ നിശ്ചയിക്കുന്നത്. ഒരാൾക്ക് എന്തുണ്ട് എന്നല്ല ചോദ്യം, ആ ആൾ എങ്ങനത്തവനാണ് എന്നാണ് ചോദ്യം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, എ മാൻ ഈസ് ജഡ്ജ്ഡ് നോട്ട് ബൈ വാട്ട് ഹി ഹാസ് ബട്ട് ബൈ വാട്ട് ഹി ഈസ്. ആ മനുഷ്യൻ എത്രത്തോളം നല്ലവനാണ്, അഭികാമ്യനാണ്, അനുകരണീയനാണ്, എത്രത്തോളം ശ്രേഷ്ഠതയുണ്ട്, ഔദാര്യമുണ്ട്, എത്രത്തോളം സഭ്യതയുണ്ട്, ആ ആളെ ചൊല്ലി എന്തെങ്കിലും ഒരു ഉപകാരം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ
ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഒരു മനുഷ്യനെ നല്ലവനോ ചീത്തയോ എന്ന് നാം മുദ്ര കുത്തുക, അല്ലെങ്കിൽ വിലമതിക്കുക. അവനവൻ്റെ ആവശ്യത്തിനും ബാക്കിയുള്ളവരുടെ ആവശ്യത്തിനും വേണ്ടി. അപ്പം ഈ തത്വവിചാരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യുന്നവനാണ് ആര്യൻ. വിചാരാതീക്ഷ്ണതാമേത്യ ധീഃ പശ്യതി പരം പദം ദീർഘസംസാരരോഗസ്യ വിചാരോ ഹി മഹൗഷധം. വിചാരാത് തീക്ഷ്ണതാമേത്യ. ഈ ആലോചന ബുദ്ധിയുടെ പ്രയത്നവും പ്രവൃത്തിയുമാണ്. ആ ആലോചനയ്ക്ക് മുറുക്കം കൂടി മുറുക്കം കൂടി മുറുക്കം കൂടി അത് അതിതീക്ഷ്ണമായി എന്നുണ്ടെങ്കിൽ ധീഹി നമ്മുടെ ബുദ്ധി പശ്യതി കാണുന്നു പരം പദം, പരമമായ പദം അതിൻ്റെ മുൻപിൽ നല്ല പോലെ തെളിഞ്ഞു കാണും. നമ്മുടെ ബുദ്ധി ഇപ്പോൾ സൂക്ഷ്മമല്ല, ഒരു നിലയ്ക്ക് സ്ഥൂലമാണ്. അതിന് പ്യൂരിറ്റി, ശുദ്ധി പോരാ, നല്ല സത്വഗുണം വർദ്ധിച്ചിട്ടില്ല. വിചാരം ചെയ്യുന്തോറും ബുദ്ധിക്ക് സത്വഗുണം കൂടി കൂടി വരും. സത്വം എവിടെയുണ്ടോ സത്വാത് പ്രകാശമാണ്, പ്രകാശമാണ്. സത്വാത് സഞ്ജായതേ ജ്ഞാനം. സത്വഗുണത്തിൽ നിന്നാണ് ജ്ഞാനം. അപ്പം വിചാരം ചെയ്യുന്തോറും, തത്വവിചാരം ചെയ്യുന്തോറും നിങ്ങളുടെ ബുദ്ധിക്ക് സൂക്ഷ്മത കൂടും, പ്രകാശം കൂടും, നേർമ കൂടും, അതിന് സ്വച്ഛത കൂടും. അങ്ങനെ വരുമ്പോൾ തന്നെത്താനെ ഉള്ളിലുള്ള പ്രകാശം നമുക്ക് വെളിപ്പെട്ടു വരും. വിചാരാതീക്ഷ്ണതാമേത്യ ധീഃ പശ്യതി പരം പദം. പരമമായിരിക്കുന്ന പദം, സ്ഥാനം, ആ പരമമായ സ്ഥാനം അതിന് കാണാൻ സാധിക്കുമത്രേ. ദീർഘസംസാരരോഗസ്യ വിചാരോ ഹി മഹൗഷധം. എത്രയോ കാലമായി തുടർന്നു വരുന്ന ഈ സംസാരം എന്ന് പറയുന്ന ക്യാൻസർ, അർബുദ രോഗമുണ്ടല്ലോ, അതിനൊരൊറ്റ ഗാമാറേ ഉള്ളൂ. എന്താണത്? വിചാരോ ഹി മഹൗഷധം. തത്വവിചാരം, തത്വവിചാരം, തത്വവിചാരം. ഈ വിചാരം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ തുടങ്ങാം. പടക്കളത്തിൽ വന്ന് പരവശനായി നിൽക്കാൻ വയ്യാതെ അമ്പും വില്ലും താഴത്തേക്ക് വഴുതിപ്പോയി ഇരുന്നിട്ടുണ്ടല്ലോ. ആ ഇരുന്ന് അർജുനോട് എന്താ കൃഷ്ണൻ പറഞ്ഞത്? അർജുനെ കൊണ്ട് ചെയ്യിച്ചത് എന്താ? അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ എന്നാണല്ലോ പറഞ്ഞത്. അർജുനൻ ദുഃഖിച്ചു, ദുഃഖ കാരണങ്ങളും നിരത്തി വെച്ചു. ആ അർജുനോട് പറയാണ് അശോച്യാനന്വശോചഃ. സത്യത്തിൽ ഉറച്ചു നിന്ന്, യുക്തിയിൽ ഉറച്ചു നിന്ന് എനിക്ക് അർജുനനോട് പറയാനുള്ളത്, അർജുനൻ ആരെക്കുറിച്ച് ദുഃഖിക്കുന്നുവോ അവർ ദുഃഖിക്കപ്പെടാത്തവരാണ്, ദുഃഖിക്കപ്പെടേണ്ടവരല്ല. ഭീഷ്മരോട് ഞാൻ എങ്ങനെ പൊരുതും, ദ്രോണനോട് ഞാൻ എങ്ങനെ പൊരുതും എന്നല്ലേ ചോദിച്ചത്. അവർ രണ്ടാളും അവിടെ നിൽക്കുന്നുണ്ടല്ലോ, പ്രായം കൂടിയവർ. അവരുടെ മുഖത്തിൽ വല്ല വാട്ടോ കോട്ടോ ഉണ്ടോ? അവർ കണ്ണീര് പൊഴിക്കുന്നുണ്ടോ? അവർക്ക് വല്ല സംശയമുണ്ടോ? അവർ ദുര്യോധന പക്ഷത്തിൽ വെറും സേനാനികളല്ല, സൈന്യ തലവന്മാരായി നിൽക്കുന്നതിൻ്റെ അർത്ഥമെന്താ? ഞങ്ങളിതാ സൈന്യത്തിനെ നയിക്കണു, നിങ്ങളുടെ ശത്രുപക്ഷത്തിലെ തലവന്മാരാണ്, നിങ്ങൾ ഇഷ്ടം പോലെ യുദ്ധം ചെയ്തോളൂ, ആദ്യമായി ഞങ്ങളോട് പടപൊരുതി ഞങ്ങളെ തട്ടി താഴത്തിട്ടിട്ടേ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് യുദ്ധത്തിനുള്ള ഒരു തുറന്ന സമ്മതപത്രമായിട്ടാണ് അവർ വന്ന് നിൽക്കുന്നത്. അവരുടെ മുഖത്തിൽ ഒരു ശങ്കയില്ല, സങ്കടമില്ല, സംശയമില്ല, വിഷമമില്ല, നീരസമില്ല, ഒരു തയ്യാറെടുപ്പിൻ്റെ കുറവുമില്ല. അങ്ങനെയുള്ള ഭീഷ്മരെയും ദ്രോണരെയും കുറിച്ച് അർജുനൻ സങ്കടപ്പെടുന്നുണ്ടല്ലോ, സംശയിക്കുന്നുണ്ടല്ലോ. ഇതിനെന്താ സ്ഥാനം എന്നാ ചോദിച്ചത്. അപ്പം അർജുനൻ എന്ത് കാര്യത്തെക്കുറിച്ച് ദുഃഖിച്ചുവോ ആ ദുഃഖകാരണത്തെക്കുറിച്ച് തന്നെയാണ് കൃഷ്ണ പരമാത്മാ അർജുനെ കൊണ്ട് തത്വവിചാരം ചെയ്യിച്ചത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കൂട്ടരെ? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചോ അതിനെക്കുറിച്ച് വിചാരം ചെയ്യൂ. ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായത്തിന് തന്നെ പേര് വിഷാദയോഗം എന്നാണ്. എന്താ വിഷാദയോഗത്തിന് അർത്ഥം? വിഷാദം എല്ലാവർക്കും ഉള്ളതാണ്. പലപ്പോഴും നാം വിഷാദിക്കാറുണ്ട്, ദുഃഖിക്കാറുണ്ട്. പക്ഷെ ആരും അതിനെ ദുഃഖയോഗമോ സങ്കടയോഗമോ ആക്കി തീർക്കാറില്ല. ആ വിചാരത്തിനെ കുറിച്ച്, ആ വിഷാദത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ അർജുനെ കൊണ്ടൊരു വിചാരം ചെയ്യിച്ചു, ഒന്ന് പരിശോധിപ്പിച്ചു. പരിശോധിച്ചപ്പോഴോ സങ്കടം മാറിപ്പോയി, തത്വവിചാരമായി, ബുദ്ധി ജ്ഞാനദീപ്തമായി, മനസ്സ് പ്രസന്നമായി, നല്ല ആത്മവീര്യം കിട്ടി. ഇതാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെ ഒരിക്കലും സമയം കിട്ടിയില്ലെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുന്ന സമയത്ത്
ആ ദുഃഖ ദുരിത സന്ദർഭങ്ങളെ, അവസരങ്ങളെ നിങ്ങളൊരു യോഗമാക്കി തീർക്കണം തത്വവിചാരത്തിലൂടെ. അർജുനൻ കൃഷ്ണഹസ്തങ്ങളിൽ എങ്ങനെ ചെയ്തുവോ അതുപോലെ നിങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല സംവാദങ്ങളും പല ദൃഷ്ടാന്തങ്ങളും നിരത്തി വെച്ചുകൊണ്ട് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നത്. നമ്മുടെ ആപ്തമിത്രങ്ങളായി നല്ല പോലെ മനസ്സിലാക്കൂ നിങ്ങൾ. ഇതാണ് ആവശ്യം. നല്ലോണം വിചാരം ചെയ്യണം, വിചാരം ചെയ്യണം. ദീർഘസംസാര രോഗസ്യ വിചാരോ ഹി മഹൌഷധം. വിചാരം മാത്രമാണ് മഹത്തായിരിക്കുന്ന ഔഷധം, വേറെ ഒന്നുമില്ല. ഈ വിചാരം ചെയ്യാനായിട്ട് എന്തു വേണം? ബുദ്ധി മാത്രം വേണം. അപ്പൊ ബുദ്ധി ഇല്ലേ നിങ്ങൾക്ക്? ഉവ്. അതിനെ ആലോചിക്കാനും അറിയില്ലേ? ഉവ്. പിന്നെ എന്താ നിങ്ങൾ ആലോചിക്കാത്തത്? അറിയില്ല സ്വാമിജി. അതാണ് പറഞ്ഞു തരേണ്ടത്, ആലോചിക്കണം എന്ന്. എന്ത് വിഷമോ ആയിക്കോട്ടെ. അകാലത്തിൽ ചിലർ മരിച്ചു, ചിലർ പറഞ്ഞു കേൾക്കാതെ അവരുടെ ഇഷ്ടത്തിന് വിവാഹം ചെയ്ത് വീട്ടിൽ നിന്ന് പോയി. പിന്നെ ചിലർ അച്ഛനെയും അമ്മയും നോക്കിയില്ല, പണമൊന്നും അയച്ചു തന്നില്ല, നമുക്കാണെങ്കിൽ വരുമാനമില്ല. അങ്ങനെ എന്തെല്ലാം അനാഥത്വമോ ഗതികേടോ എന്തു തന്നെ വന്നാലും വിചാരം ചെയ്യൂ. ആ വിചാരം ചെയ്ത് നിങ്ങൾക്ക് കടഞ്ഞെടുക്കാനുള്ളത് ഉള്ളിലുള്ള ആത്മസമ്പത്താണ്, ആത്മാഹ്ലാദമാണ്. അത് നമുക്ക് കടഞ്ഞെടുക്കാൻ സാധിച്ചാൽ ബാക്കിയുള്ളതൊക്കെ പൊയ്പൂവും. ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങാനുള്ളതേ ഉള്ളൂ, അവിടെ ഒരു ചോദ്യവുമില്ല. അതിനെ സഹായിക്കും. ഈ സദസ്സിൽ വന്നിട്ടുണ്ട് ചിലര്, പുത്രദുഃഖമുണ്ടായിരുന്നവർ. ചെറുപ്പകാലത്ത് പുത്രൻ മരിച്ചുപോയി, വല്ലാതെ ദുഃഖമായി. നമ്മുടെ ആശ്രമത്തിൽ വന്നു. അതൊക്കെ കഴിഞ്ഞ് സംസാരിച്ച് പിടിച്ചിപ്പോൾ അവരെന്താ പറയണതെന്ന് വെച്ചാൽ, എൻ്റെ മകൻ വാസ്തവത്തിൽ മരിച്ചു എന്നല്ല, എന്നെ ഗുരുവായി എന്നെ പഠിപ്പിക്കണമെന്നാണ് പറയണത്. നിങ്ങൾ വിചാരിക്കരുത് പുത്രദുഃഖം എന്ന് പറഞ്ഞാൽ ചാവോളം ദുഃഖിച്ചിരിക്കണമെന്ന്. ഈ ലോകത്തിൽ പലരും വരും, പലരും പോവും. ചെറുപ്പക്കാർ നിലനിൽക്കും, വയസ്സായവർ സ്ഥാനം വിട്ടു പോവും. അപൂർവമായി ചിലപ്പോൾ മറിച്ചും സംഭവിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു തലയിലെഴുത്താണെങ്കിൽ അത് നിശ്ചയിച്ചോളൂ. ഇവിടെ തരാനും കൊടുക്കാനും മേടിക്കാനും ഒക്കെ ഉള്ളത് ആരാ? ഒരൊറ്റ ഈശ്വരനാണ്. നല്ലപോലെ മനസ്സിലാക്കണം. ഒരു സന്താനം ജനിച്ചപ്പോൾ എനിക്ക് ജനിച്ചു, ഞാൻ സമ്പാദിച്ചു എന്ന് വിചാരിക്കാൻ പോണ്ട. അതെങ്ങാനും പോയി എന്നുണ്ടെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു എന്നും വിചാരിക്കണ്ട. ആര് തന്നോ ആ ആൾക്കാണ് നഷ്ടം, എനിക്കല്ല എന്ന് വിചാരിച്ചിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് ഭഗവതംശമായിരിക്കുന്ന ജീവനാണ്. ആ ജീവന് ഭഗവാനുള്ള ശക്തികളും വിശേഷങ്ങളും അതിനുമുണ്ട്, പരിമിതമായ തോതിലെങ്കിലും എന്ന് മനസ്സിലാക്കിയേ പറ്റൂ. വിചാരാതീക്ഷ്ണതാമേത്യ ധീഃ പശ്യതി പരംപദം ദീർഘസംസാരരോഗസ്യ വിചാരോ ഹി മഹൌഷധം. പറഞ്ഞ് ശ്രീരാമനോട് പറയുകയാണ് വസിഷ്ഠൻ. എന്താ? വിചാരയധിയാ സത്യം അസത്യം ഹി പരിത്യജ അബദ്ധോ ബദ്ധയിത്യുക്ത്വാ കിം മുധാ പരിശോചസി. വിചാരയധിയാ സത്യം. നിങ്ങളുടെ വിചാരം തത്വവിചാരം, ആലോചന, അത് വളരെ വ്യഗ്രമായിട്ടുള്ള തത്വവിചാരം. വെറുതെ അല്ല, നോവൽ വായിക്കുന്ന മാതിരിയല്ല. വിചാരയധിയാ സത്യം. സത്യമെന്തോ, പരമാർത്ഥമെന്തോ, വസ്തുനിഷ്ഠതയെന്തോ അതിനെക്കുറിച്ച് നിങ്ങൾ വിചാരം ചെയ്യണം. അതിൽ ആണിക്കല്ലായിട്ടുള്ളത് എന്താ? ഒറ്റ ചോദ്യം നിങ്ങൾ എപ്പോഴും ഓർമ്മ വയ്ക്കണം. നിങ്ങൾ ശരീരമോ അതോ നിങ്ങൾക്കൊരു ശരീരം ഉണ്ടോ? ആരും മിണ്ടില്ലേ. നിങ്ങൾക്കൊരു ശരീരമുണ്ടോ അതോ നിങ്ങൾ ആ ശരീരം ആണോ? നിങ്ങൾക്കൊരു വീടുണ്ട്, വീട്ടിൽ താമസിക്കുന്നു, നിങ്ങൾ വീടാണോ? അല്ല. എനിക്കൊരു വീടുണ്ട്, ആ വീട്ടിൽ ഞാൻ താമസിക്കുന്നു. അതുമാതിരി എനിക്കൊരു ശരീരമുണ്ട്, ആ ശരീരത്തിൽ ഞാൻ അധിവസിക്കുന്നു. ഞാൻ താമസിക്കുന്ന വീട് ഞാനല്ല, അതുപോലെ ഞാൻ അധിവസിക്കുന്ന ദേഹവും ഞാനല്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, അണിയുന്നു, നിങ്ങൾ ആ വസ്ത്രമാണോ? കയ്യിൽ വാച്ച് കെട്ടിയിട്ടുണ്ട്, പക്ഷെ ആ വാച്ചാണോ നിങ്ങൾ? നിങ്ങൾക്കൊരു കൈയുണ്ട്, ആ കൈയാണോ? നിങ്ങൾക്ക് മക്കളും കുട്ടികളുമുണ്ട്, പക്ഷെ നിങ്ങൾ അവരാണോ? അതുമാതിരി നിങ്ങൾക്കൊരു ശരീരമുണ്ട്, ഞാൻ ശരീരമല്ല. അതാണ് നമ്മുടെ ആണിക്കല്ല്. അവിടെ പിടിക്കണം നമ്മൾ. വിചാരയധിയാ സത്യം. ശരീരം, നമ്മുടെ ശരീരം മർത്യമാണെന്ന് സമ്മതിച്ചു, മരിക്കുന്നതാണെന്ന്. പക്ഷെ ആ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിലനിൽക്കുന്നതായ ഉൾസാന്നിധ്യമുണ്ടല്ലോ, ശുദ്ധബോധം, ആ ഉള്ളൊളിയുണ്ടല്ലോ, ആ ഉള്ളൊളി ഒരിക്കലും മരിക്കുന്നതല്ല. അപ്പം ശരീരം നമുക്ക് മർത്യത്വം നൽകുന്നത് പോലെ
ശരീരമല്ലാത്ത ശരീരിയുണ്ടല്ലോ, അത് അമർത്യത്വവും നമ്മൾക്ക് ചൊരിയുന്നുണ്ട്. നിങ്ങളുടെ മുൻപിലുള്ള ചോദ്യമാണ്, ശരീരത്തോടു കൂടിയാണോ നിങ്ങൾ താദാത്മ്യം പുലർത്താൻ പോകുന്നത്, അതോ ശരീരിയോടുകൂടിയോ എന്നാണ് ചോദ്യം. അവിടെയാണ് ശരിയായിട്ടുള്ളത്. വിചാരയധിയാ സത്യം അസത്യം ഹി പരിത്യജ. അസത്യത്തിനെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യൂ, വലിച്ചെറിയൂ, ഉപേക്ഷിക്കൂ. അബദ്ധോ ബദ്ധയിത്യുക്ത്വ. ഒരു വിധത്തിലുള്ള ബന്ധനവും ഇല്ലാതെ അബദ്ധനായി നിർമുക്തനായി ബന്ധനാതീതനായിരിക്കുന്ന നിന്നെ ബദ്ധയിത്യുക്ത്വ, എനിക്ക് ബന്ധനമുണ്ടേ വസിഷ്ഠ മഹർഷിയെ എന്ന് പറഞ്ഞുകൊണ്ട് കിം മുധാ പരിശോചസി, എന്തിനാണ് വെറുതെ ഇങ്ങനെ പുലമ്പുന്നത്, ദുഃഖിക്കുന്നത് രാമ? വായ കൊണ്ട് സത്യം പറയൂ, മനസ്സിനെ സുന്ദരമാക്കൂ, ബുദ്ധിക്ക് ആശയത്തെളിച്ചം ഉണ്ടാവട്ടെ, നിങ്ങളുടെ ഉൾപ്രകാശം വെളിവിൽ വരട്ടെ. നിങ്ങളുടെ പ്രവൃത്തി അങ്ങനെയാവണം, സംസാരം അങ്ങനെയാവണം. അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകൂ, 10-12 തവണ പ്രദക്ഷിണം വയ്ക്കൂ. അവിടെ പോയി നാട്ടുവർത്തമാനം പറയരുത്. മതൽക്കെട്ടിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴേക്കും നിങ്ങളുടെ നാവിലും മനസ്സിലും ഭഗവത് നാമങ്ങളാവണം. അതാണ് നമുക്ക് ആവശ്യം. ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ, ഹരേ രാമ ഗോവിന്ദ കൃഷ്ണ മുരാരേ. എന്താ അതിന് തടസ്സം? നാവ് പണയം വെച്ചിട്ടുണ്ടോ? പണയം നിങ്ങൾ ആരെങ്കിലും? ആ മതൽക്കെട്ടിൻ്റെ ഉള്ളിൽ ചെന്നാൽ നമ്മുടെ പ്രകൃതം മാറണം. അവിടെ പോകൂ, അത് വല്ലതും ചൊല്ലൂ, നമസ്കരിക്കൂ, പ്രദക്ഷിണം വയ്ക്കൂ, എന്തെങ്കിലും മേടിച്ചു കുറി തൊടൂ. കെമിക്കൽ ചന്ദനം മേടിച്ചാൽ നെറ്റി പൊള്ളും, അത് മാത്രം സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞുകൂടൂ. എന്താ അതിന് തടസ്സം? വിചാരയധിയാ സത്യം അസത്യം ഹി പരിത്യജ. അബദ്ധോ ബദ്ധയിത്യുക്ത്വ കിം മുധാ പരിശോചസി. ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കരുത് അനാവശ്യമായി. മനുഷ്യനായി ജനിച്ച് വിശേഷബുദ്ധിയോടുകൂടി വീണ്ടു വിചാരത്തോടുകൂടി തത്വവിചാരം ചെയ്യാനുള്ള ഒരു ശക്തി, ഒരു ഘടകം, ബുദ്ധി നമുക്കുണ്ട്. ഇതെല്ലാം പേര് നടക്കുന്ന നമ്മൾ അനാവശ്യമായി ദുഃഖിക്കേ. നമ്മുടെ മൂക്ക് വേർക്കണോ? വേണ്ട, വേണ്ട. സന്തോഷമായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റും. ഇവിടെ മനുഷ്യർ വരും പോകും. ഈ ലോകത്തിൽ പലതും നടക്കും, നടക്കാതെയിരിക്കും. ഇവിടെ ക്രമവുമുണ്ടാവും, അക്രമവുമുണ്ടാവും, നല്ലതുമുണ്ടാവും, ചീത്തയുമുണ്ടാവും. വരും കാര്യങ്ങൾ പോകും ചെയ്യും, ലാഭനഷ്ടങ്ങൾ പലതും. ഒരു ഗ്ലോബൽ മെൽറ്റ് ഡൗൺ ഉണ്ടായി കഷ്ടപ്പെടുകയാണ് ഇപ്പോഴും അമേരിക്ക. ആര് പിടിച്ചു നിർത്താൻ സാധിച്ചു? സമ്പന്നമായിരിക്കുന്ന രാഷ്ട്രം, കെങ്കേമന്മാരായിരിക്കുന്ന മാനേജ്മെന്റ് ഫങ്ഷണറീസ്, അതെല്ലാം വെച്ചുകൊണ്ടാണ് കയ്യിലുള്ള പണം തെറ്റായി ഇൻവെസ്റ്റ് ചെയ്ത് 3, 4, 5 ആളോ കൂടി ചെയ്ത ആലോചനാ ബുദ്ധി ഇല്ലാതെയോ അതോ മനഃപൂർവ്വം ചെയ്തതോ ആയോ പ്രവൃത്തിയുടെ ഫലത്തിൽ ലോകം മുഴുവനും ഇതാ ഒറ്റ മുങ്ങ്. ആര് തടുക്കാൻ പറ്റുന്ന പറയണേ? ഹിറ്റ്ലർ ഒരുത്തൻ ആ ആളുടെ ചിന്താഗതി തെറ്റായിരുന്നിരിക്കാം, എനിക്ക് വിരോധമില്ല. ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്ത് ബഹുസഹസ്രങ്ങൾ ജനങ്ങൾ അദ്ദേഹത്തിനെ തുണച്ചു. എത്ര ആൾക്കാരെയാ ഗ്യാസ് ചേംബറിൻ്റെ ഉള്ളിലിട്ട് ഷൂന്ന് പുകച്ചങ്ങട് കളഞ്ഞത് ആ മനുഷ്യൻ. ഒരു മനുഷ്യൻ ചെയ്തതാണ് ഈ പ്രവൃത്തി മുഴുവനും. ഒരു നെപ്പോളിയൻ ചെയ്തതാണ് ഈ പ്രവൃത്തി മുഴുവനും. അതേമാതിരി നമ്മുടെ ഒരു വീരപ്പൻ എത്ര പോലീസുകാരെ, സെക്യൂരിറ്റിക്കാരെയാ കൊന്നത്? ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നുന്നതാണ്. അവരുടെ സങ്കല്പശക്തിക്ക് വലിയ ശക്തിയാണത്രേ. നമ്മൾ ഊച്ചാളികൾ, നമുക്കൊരു സങ്കല്പശക്തിയില്ല. വീരപ്പന്മാർക്കേ ഉള്ളൂ ഇച്ഛാശക്തി. നമ്മളെ ഒന്നിനും കൊള്ളില്ല. നമ്മളെ ഇച്ഛാശക്തി എന്താ? എന്നെ ഒന്നിനും കൊള്ളില്ലേ, എന്നെ ഒന്നിനും കൊള്ളില്ലേ, എന്നെ തല്ലണ്ട അമ്മാമ്മ, ഞാൻ നേരെയാവില്ല. ഇതാണ് നമ്മുടെ അഭിപ്രായം. അതൊക്കെ അങ്ങോട്ട് വിട്ടുകളയൂ. ഇതാണ് ശ്രീരാമനോട് പറയുന്നത്. അപ്പം ഈ ലോകം നമ്മളെ വിഷമിപ്പിക്കും. ആ വിഷമം തീരാനായിട്ടൊരൊറ്റ വഴിയേ ഉള്ളൂ, തത്വവിചാരം. എപ്പോഴും എണീറ്റ് കഴിഞ്ഞാൽ ലോകവസ്തുക്കളുമായിട്ടാണ് സമ്പർക്കം. ആ സമ്പർക്കം എപ്പോഴും ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനൊരു തടയുണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും നിരന്തരമായി വിചാരം പ്രകാശിച്ചുകൊണ്ട് തിളങ്ങിക്കൊണ്ടിങ്ങനെ ഇരിക്കണം. ആ തിളങ്ങിക്കൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. അവസാനം മനസ്സിലാക്കണം, ഈ ലോകത്തിന് ഒരു പൂജ്യത്തിൻ്റെ വിലയേ ഉള്ളൂ.
മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷ്വവസ്ഥിതഃ ന ച മത്സ്ഥാനി ഭൂതാനി പശ്യ മേ യോഗമൈശ്വരം ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ. ഗീതയിലുള്ള ഏറ്റവും പ്രഗിണി പിടിച്ചതെന്ന് ചിലർ പറയും. എനിക്ക് സത്യസുന്ദരമായിരിക്കുന്ന ശ്ലോകങ്ങളാണിത്, ഏറ്റവും വിശേഷപ്പെട്ടത്. 9-ാം അധ്യായത്തിൽ 8ഉം 9ഉം ശ്ലോകങ്ങളാണ്. മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിന. ഈ ലോകത്തിൽ ഈശ്വരൻ സർവത്ര വ്യാപിച്ചു കിടക്കണു എന്ന് പറയണു. പറയട്ടെ, ഞാൻ സർവ്വദിക്കിലും ഞാൻ വ്യാപിച്ചു കിടക്കണു. എങ്ങനെയാ വ്യാപിച്ചു കിടക്കണത്? എൻ്റെ കാലും കയ്യും തലയും ഉടലും മാറും വയറുമൊക്കെ ആയിട്ട് അങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണോ? അല്ല, അവ്യക്തമൂർത്തിന. ഭഗവാന്റെ കാല് എല്ലാ ദിക്കിലും നിറയാൻ പറ്റുമോ? കാല് സർവ്വദിക്കിലും നിറഞ്ഞാൽ ആ ഭഗവാൻ എങ്ങനെ നടക്കും? രണ്ടാമതൊരു കാലും കൂടി വേണമല്ലോ നടക്കാൻ. അപ്പോൾ ഒരു കാല് എല്ലാ ദിക്കിലും നിറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കാലിലേക്ക് നടക്കാൻ പറ്റുമോ? ഇനി നൊണ്ടി നടക്കണമെങ്കിൽ അതിനെവിടെയാ സ്ഥലം? സർവ്വദിക്കിലും നിറഞ്ഞുല്ലോ. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഭഗവാൻ സർവ്വവ്യാപി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരു ശരീരത്തോടു കൂടിയല്ല അദ്ദേഹത്തിൻ്റെ സർവ്വവ്യാപിത്വം. മയാ തദമിദം സർവം, ഈ കാണുന്നത് അത്രയും എന്നാൽ വ്യാപ്തമാണ്, ഞാൻ വ്യാപിച്ചിരിക്കുന്നു. ജഗത് അവ്യക്തമൂർത്തിന, ഈ ജഗത്തിൽ മുഴുവൻ അവ്യക്തം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാതെ മനസ്സ് പോലെയോ വായു പോലെയോ ആകാശം പോലെയോ ഉള്ള ആ ഉൾ വ്യക്തിത്വത്താലാണ് ഈ ലോകം മുഴുവനും വ്യാപിച്ച് ഞാൻ കിടക്കുന്നത്. മത്സ്ഥാനി സർവഭൂതാനി, എല്ലാ ഭൂതങ്ങളും ഉണ്ടായത് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും മത്സ്ഥാനി, അവയ്ക്കുള്ള നങ്കൂരം, അവർക്കുള്ള ഇരിപ്പിടം, അവയ്ക്കുള്ള അധിഷ്ഠാനം ഞാൻ മാത്രമാണ്. മത്സ്ഥാനി സർവഭൂതാനി. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇനി പറയാൻ പോണത് ഗ്രഹിക്കൂ. എല്ലാം എന്നിലാണ്, എന്നിലാണ്, സമ്മതിച്ചു. നചാഹം തേഷ്വവസ്ഥിതഃ, എന്നാലോ ഞാൻ അവയൊന്നിലുമില്ല. എന്തത്? എല്ലാം നിലനിൽക്കുന്നത് എന്നിലാണ്, എന്നാലോ ഞാൻ ഒന്നിലുമില്ല. എല്ലാം നിലനിൽക്കുന്നത് എന്നിലാണ്. ഞാൻ എല്ലാറ്റിലും ഉണ്ടെങ്കിൽ ഒരാൾ മരിക്കുമ്പോൾ കുറച്ചെങ്കിലും ഞാനും മരിക്കണ്ടേ? എന്താ മിണ്ടാത്തവര്? ഞാൻ എല്ലാറ്റിലും ഉണ്ടെങ്കിൽ ഒരു നായ ചാവുമ്പോൾ കുറേയൊക്കെ എനിക്കും ചാവേണ്ടി വരില്ലേ? ഞാൻ നായിലുണ്ടെങ്കിൽ നായ ചാവുമ്പോൾ ഒരാൾ വെടിവെച്ച് കുറേ ആൾക്കാരെ കൊല്ലുമ്പോൾ ഞാനും ചാവൂലോ. അപ്പം എല്ലാം എന്നിൽ നിൽക്കുന്നത് പോലെ ഞാൻ എല്ലാറ്റിലും നിലനിൽക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് അദ്ദേഹം, ന ചമസ്ഥാനി ഭൂതാനി, എന്നിൽ ഒരു ജീവജാലങ്ങളും നിലനിൽക്കുന്നില്ല. അപ്പം ഈ ജീവജാലങ്ങൾ ഉണ്ടോ? ഇല്ല, ഇല്ല. ആദ്യം പറഞ്ഞു എന്നിലാണ് എല്ലാം നിലനിൽക്കുന്നത്, ഞാൻ ഒന്നിലുമില്ല എന്ന്. പിന്നെ അവസാനം പറയുക നചമസ്ഥാനി ഭൂതാനി, ഈ കാണുന്ന പ്രപഞ്ച വസ്തുക്കളും പഞ്ചഭൂതങ്ങളും എല്ലാം വാസ്തവത്തിൽ എന്നിൽ നിലനിൽക്കുന്നില്ല. പശ്യമേ യോഗമൈശ്വരം, ഇതാണ് എൻ്റെ ഐശ്വരമായിരിക്കുന്ന യോഗം, ഐശ്വരമായ യോഗം. ഭഗവാന്റെ യോഗശക്തി, യോഗമായ എന്ന് പറയുന്നത് എന്താ? കുംഭാരൻ കലമുണ്ടാക്കിയതുപോലെയല്ല. അവിടെ കലം എത്ര ഉണ്ടാക്കിയോ ആ അത്ര കലവും അവിടെ ഉണ്ട്. അതിനുപയോഗിച്ച മണ്ണിൽ കുറവ് വന്നിട്ടുണ്ട്. ആ മണ്ണ് കുംഭാരൻ ഉണ്ടാക്കിയതല്ല, ഉള്ള മണ്ണ് എടുത്തുകൊണ്ട് വന്ന് കളിമണ്ണിൽ നിന്ന് കലമുണ്ടാക്കിയതാണ്. അതുപോലെ ഭഗവാൻ എവിടുന്നെങ്കിലും ദ്രവ്യം കടം മേടിച്ച് ഈ ലോകത്തിന് ഉണ്ടാക്കിയിടത്തോളം ദ്രവ്യം ആ മൂലശേഖരത്തിൽ നിന്ന് കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അതാണ് യോഗമൈശ്വരം എന്ന് പറഞ്ഞത്. ഇതേതുപോലെയാ? പരമാവധി നമുക്ക് പറയാനുള്ളത് സ്വപ്ന സൃഷ്ടി പോലെയാ. കിടന്നുറങ്ങുന്ന മനസ്സ്, ശരീരമല്ലാത്ത മനസ്സ്, ശരീരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന മനസ്സ്, അത് പെട്ടെന്ന് സ്വപ്നത്തിൽ ശരീരത്തിനെയൊക്കെ അതിക്രമിച്ച് അതിജീവിച്ച് ഈ പ്രപഞ്ചത്തെ വെല്ലുന്ന പുതിയൊരു പ്രപഞ്ചം മനസ്സുണ്ടാക്കി തീർക്കണു. എവിടെ? ശരീരത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഒന്ന് സംഭാവ്യമാണോ സ്ഥൂല രൂപത്തിൽ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വപ്ന സൃഷ്ടി ശരീരത്തിൻ്റെ ഉള്ളിൽ സംഭാവ്യമാണോ? അവിടെ കിലോമീറ്റർ കണക്കിന് റോഡുണ്ടോ? അവിടെ പ്ലെയിൻ സഞ്ചരിക്കുമോ? അവിടെ വാഷിങ്ടണോ ന്യൂയോർക്കോ ജർമ്മനിയോ ഒക്കെ ഉണ്ടോ? അവിടെ ജപ്പാനിലേക്ക് പോയി എന്ന് സ്വപ്നം കാണുമ്പോൾ എവിടെയാണ് ആ ജപ്പാൻ? പക്ഷേ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. ആ സ്വപ്നം കഴിഞ്ഞാൽ അത് മുഴുവനും പോയി. അപ്പം ആ സ്വപ്ന വസ്തുക്കൾ വാസ്തവത്തിൽ ഉണ്ടോ? എല്ലാ സ്വപ്ന വസ്തുക്കളും മനസ്സിൽ അധിഷ്ഠിതമാണ്. എന്നാൽ മനസ്സ് സ്വപ്നത്തിൽ അധിഷ്ഠിതമാണോ? അല്ല. സ്വപ്നം പോയപ്പോൾ മനസ്സ് സ്വതന്ത്രമായി സ്വച്ഛമായി ഒരു കോട്ടവും കൂടാതെ ഇരിക്കുന്നു.
അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്. ഞാനിത് പറയണു കൂട്ടരെ, നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ഇതാണ് നിങ്ങൾ അധിവസിക്കുന്ന പ്രപഞ്ചം. നിങ്ങൾ എത്ര ഗംഭീരമായിട്ട് കെട്ടുകല്യാണം കഴിച്ചോളൂ, സത്യം ഇതാണ്. ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. ഒരമ്മ എന്നോട് വന്ന് പറയുകയാണ്, മകൾക്ക് കല്യാണം കഴിച്ചു, 100 പവൻ പണ്ടം കൊടുത്തിട്ടുണ്ട്, ഒരു വിഷമവും ഇല്ല, നല്ല ആളാണെന്നാണ് വിചാരിച്ചേ. കല്യാണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നിന്റെ പണ്ടത്തുനിന്ന് കുറേ എടുത്ത് വിറ്റ് കാശിതാന്ന് പറഞ്ഞു, പണയം വയ്ക്കുകയാണ്. അപ്പം അത് വീട്ടുകാരോട് ചോദിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. അതെന്തിനാ ചോദിക്കണേന്നായി തുടങ്ങി. അപ്പം നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ചു, കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, എന്താ പറയണേ, കുട്ടിയുണ്ടായി, ആ കുട്ടിയെ ഒന്ന് കാണാൻ പോലും വരാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. അപ്പം നമ്മൾ എന്ത് വിചാരിച്ചാ കല്യാണം കഴിച്ചത്? നന്നായിട്ട് തൻ്റെ പെൺകുട്ടിക്ക് ഒരാശ്രയമായി അവർ രണ്ടുപേരും ഇണകളായി നടക്കും, നന്നായിരിക്കും, ജോഡിയാണെന്നൊക്കെ വിചാരിച്ച മറിച്ചായി. ഈ ലോകം എങ്ങനെയാ? ഇന്ത ഉലകമേ ഇണ്ടികിടിയും, ഇന്ത ഉലകമേ ഇണ്ടികിടിയും. ഇതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം. ഇവിടെ എല്ലാം നല്ലോണം പോലെ നടന്നാൽ നന്നായി, നന്നായില്ലെങ്കിലോ മൂക്ക് ചുളിയരുത്. ദൃശ്യലോകം നമ്മളെ ചതിച്ചു, വഞ്ചിച്ചു, കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചു എന്നുണ്ടെങ്കിൽ അദൃശ്യ ഹസ്തങ്ങളുണ്ട് നമ്മളെ നോക്കാനും അഭയം നൽകാനും. വിട്ടുകളയരുത് കൂട്ടരെ. ഈ പ്രപഞ്ചം നല്ലോണം പോലെ ഇരുന്നാലും ഇത് കുശു കയറ് പിരിച്ച പോലെ തന്നെയാണ്. നിങ്ങളുടെ മൂക്ക് വേർക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ നമ്മൾ ഇത്ര പേടിക്കണത്? ഞാനിത് തുറന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ആപത്ത് വരുന്നുള്ള തോന്നലുണ്ടോ? ഇത് പറഞ്ഞതുകൊണ്ട് ആപത്ത് വരുമോ? പിന്നെ എന്താ നല്ലത് വിചാരിക്കാൻ വിഷമം? നചമസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്നച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. ഞാൻ സർവഭൂതങ്ങളെയും ഭരിക്കുന്നവനാണ്, ഭൂതഭൃത്താണ്. ഭൂതസ്ഥ, എല്ലാ ഭൂതങ്ങളിലും ഞാൻ സ്ഥിതി ചെയ്യുന്നു. മമാത്മാ ഭൂതഭാവന, ഞാൻ എല്ലാവരെയും പരിപോഷണം ചെയ്യുന്നു. നിങ്ങൾ എപ്പോഴും ഒരു നഷ്ടമോ ഒരു കഷ്ടമോ വന്നാൽ കഷ്ടം വന്നു എന്ന് പറഞ്ഞ് കരയല്ലാതെ നിങ്ങൾ വാസ്തവത്തിൽ എനിക്ക് നഷ്ടം വന്നു, എനിക്ക് കഷ്ടം വന്നു, എൻ്റെ ഈശ്വര ഒന്നിലോ ഈ നഷ്ടകഷ്ടങ്ങൾ പരിഹരിച്ചു തരിക. അതല്ല എന്നുണ്ടെങ്കിൽ എന്തു വേണം? ഈ നഷ്ടകഷ്ട ബോധം എൻ്റെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഈശ്വരനോട് ഭജിക്കുകയോ ഈശ്വരനോട് പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഒന്ന് കൈ പൊന്തിക്കാൻ കാണട്ടെ. നുണ പറയരുത്. എല്ലാം കൂടിയിട്ട് 10 ആളില്ല അവിടെ. ഒക്കെ പരമഭക്തന്മാരാ. ഞാനൊരു പ്ലേ കാർഡ് പ്രിന്റ് ചെയ്ത് കൊണ്ടുവരാം, തൂക്കി നടന്നോളൂ. എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ ഈശ്വരനോട്, ഒന്നിലോ എൻ്റെ നഷ്ടകഷ്ടം പരിഹരിക്കൂ ഭഗവാനെ, അങ്ങയുടെ ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, അങ്ങ് രചിച്ചു തന്ന ശരീരം കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്, എൻ്റെ ഇവിടെ യാതൊന്നുമില്ല, എന്തോ എൻ്റെ മനസ്സിലൊരു വിചാരം, എനിക്ക് കഷ്ടം വന്നു എന്നൊരു വിചാരം, അത് മമത കൊണ്ടാകാം, അജ്ഞാനം കൊണ്ടാവാം, അഭിമാനം കൊണ്ടാവാം, സമ്മതിച്ചു. ഇതൊക്കെ ലോകത്തിൽ നിന്ന് വന്നതാണ്, ഞാൻ രചിച്ചതല്ല. അതുകൊണ്ട് ഒന്നിലോ ഈ നഷ്ടകഷ്ടങ്ങളെ തീർത്ത് എന്നെ സമാധാനിപ്പിക്കൂ, അല്ലെങ്കിൽ നഷ്ടകഷ്ട ബോധം തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് പോട്ടെ, അതിനുള്ള ഉപദേശം തരൂ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് നിങ്ങൾ പുറപ്പെടുന്നില്ല? സ്ട്രൈക്ക് മുഴുവനും വേണ്ടത് ഭഗവാന്റെ തിരുമുറ്റത്താണ്. സർവ്വ സ്ട്രൈക്കും അവിടെയാ, പട്ടിണിയും അവിടെ. ഇതെല്ലാം കഴിച്ച് ഒരേ ഏകാദശി വ്രതം നോറ്റും മിണ്ടാണ്ടിരിക്കുകയല്ല. പരീക്ഷിതമായി പ്രായോപവേശം തന്നെ നമ്മൾ പിടിക്കണം, മനസ്സായെങ്കിലും ചെയ്യണം. എന്തിന് നമ്മൾ പേടിക്കണു? ഈ ലോകം നമ്മുടെയാണോ? അല്ല. ഇതിൽ നാം ജീവിക്കുന്നത് നമ്മുടെ ഹിതാഹിതത്തിനനുസരിച്ചാണോ? അല്ല. ഇതൊക്കെ ഒരു വലിയ ചക്രമാണ്. ആ ചക്രം ഇങ്ങനെ കിടന്ന് തിരിയുമ്പോൾ അതിൻ്റെ അഴികളും കമ്പുകളുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കൂടിയിരിക്കുക. ഒറ്റ സാധനം നമ്മുടെയല്ല, നമ്മുടെ കൂടെ വരാൻ പോണില്ല. ഒറ്റെണ്ണം വന്നിട്ടില്ല. നിങ്ങളുടെ മുത്തശ്ശൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന തറവാട്ട് ഭൂമി കൂടെ പോയോ? ഇനി നിങ്ങൾ മരിക്കുമ്പോഴാണോ നിങ്ങളുടെ ടെറസ് കെട്ടിടം കൂടെ വരാൻ പോണത്? വരില്ല. ഇവിടെ എല്ലാം നമ്മളെ വിട്ടുപോവും, ഒരൊറ്റെണ്ണം പിന്നാലെ വരില്ല. പോയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമി. മാന്ധാദാനമഹീപതി കൃതയുഗാലങ്കാരഭൂതോ ഗതഃ സേതുര്യേന മഹോദധൗ വിരചിതഃ ക്വാസൗ ദശാസ്യാന്തകഃ അന്യേ ചാപി യുധിഷ്ഠിര പ്രഭൃതയോ യാതാദിവം ഭൂപദേ
നൈകേനാഭി സമം ഗതാ വസുമതി നൂനം ത്വയാ യാസ്യതി. ഒന്ന് പഠിക്കൂ എൻ്റെ കൂട്ടരെ, കണ്ണിലുണ്ണികളെ, ഇതൊന്ന് പഠിക്കൂ, ഗ്രഹിക്കൂ, നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തൂ, നിങ്ങളുടെ ബുദ്ധിക്ക് വിവേകവൃദ്ധി ഉണ്ടാവട്ടെ, നിങ്ങൾ ആത്മ തേജസ്സോടുകൂടി ജീവിക്കൂ, തളർച്ചയില്ലാതെ കുഴയാതെ വാടാതെ ജീവിക്കണം. നമുക്കിവിടെ നാം അഭിലഷിച്ചിട്ടല്ല ശരീരം നിൽക്കുന്നത്, നാം അഭിലഷിക്കാത്തത് കൊണ്ടല്ല മരണമോ മറ്റു പ്രകാരത്തിലോ ഉണ്ടാവുന്നത്. ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഒരു ചക്രമാണ്. ഭോജരാജാവിൻ്റെ ചെറിയച്ഛനാണ്, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ മുഞ്ചൻ. ഭോജന്റെ അച്ഛൻ മരിച്ചുപോയി, അപ്പം മുഞ്ചൻ ചക്രവർത്തിയായി. ഭോജൻ ചെറുപ്പാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പേടി. എന്താണ് പേടി? ഈ കുട്ടി വലുതായി കഴിഞ്ഞാൽ എനിക്ക് സ്ഥാനമൊഴിഞ്ഞ് ജ്യേഷ്ഠൻ്റെ മകന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്തു വേണം, ഇവനെ കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയി കൊല്ലൂ എന്ന് പറഞ്ഞ് പട്ടാളക്കാരോട് കൂടി അയച്ചു. എന്നിട്ട് കൊന്നിട്ട് എനിക്ക് ചോര കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടി കൊണ്ടുപോയി കാട്ടിലെത്തിയതിനു ശേഷം തൊഴുത് നമസ്കരിച്ച് പറഞ്ഞു, ഞങ്ങൾ അവശന്മാരാണ്, രാജാവിൻ്റെ ആജ്ഞ പരിപാലിക്കാൻ വന്നവരാണ്. അങ്ങയുടെ ചെറിയച്ഛൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് കൊല്ലണം, ചോര കൊണ്ടുപോകണമെന്ന്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു വിരോധമില്ല, ആജ്ഞ പരിപാലിച്ചോളൂ നിങ്ങൾ. എനിക്കൊരു സന്ദേശമുണ്ട്, ആ സന്ദേശം മാത്രം കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞ് കാട്ടുന്ന് ഒരു താളിയോലയെടുത്ത് ആ കുട്ടി എഴുതി കൊടുത്തു അത്രേ. ആ ശ്ലോക ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മാന്ധാതാസമഹീപതി കൃതയുഗാലങ്കാര ഭൂതോഗത. എൻ്റെ ചെറിയച്ഛ, അങ്ങക്ക് അറിയോ അറിയില്ലേന്നറിയില്ല, എന്തായാലും എൻ്റെ തൃപ്തിക്ക് വേണ്ടിയെങ്കിലും ഞാനിതാ ഉണർത്തിക്കുന്നു. മാന്ധാത എന്ന് പേരുള്ള ഒരു കൃതയുഗ കേസരി, എല്ലാവിധത്തിലും പ്രസിദ്ധനായിരിക്കുന്ന ഒരു രാജാവുണ്ടായിരുന്നു. സർവ്വ ആൾക്കാരും സ്തുതിക്കും, ആരാധിക്കും. ഇഹലോകത്തിലും പരലോകത്തിലും അദ്ദേഹത്തിന് പ്രസിദ്ധിയായി. ആ പ്രസിദ്ധനായിരിക്കുന്ന രാജാവ് മാന്ധാതാസമഹീപതി കൃതയുഗാലങ്കാരഭൂതോഗത. കൃതയുഗത്തിന് അലങ്കാരമായിരുന്ന ആ മാന്ധാതാവ് അവസാനം എന്തു ചെയ്തു? ഗതഹ. എന്ത് പോയി? പണ്ടോ പോയി. സേതുർയേന മഹോദധൗ വിരചിതഃ ക്വാസൗ ദശാസ്യാന്തകഃ. ആർക്കും ചെയ്യാൻ പറ്റാത്തത് സമുദ്രത്തിനെ ബന്ധിച്ച് ഒരു പാത്വേ ഉണ്ടാക്കി തീർത്തു, ഒരു നടവഴി. ആര്? ദശരഥപുത്രൻ ശ്രീരാമൻ ലങ്കയ്ക്ക് പോവാൻ. അങ്ങനെ ഒരു സേതുബന്ധനം നടത്തിയ ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഉണ്ടായിരുന്നുവല്ലോ. അദ്ദേഹമോ അന്യേ ചാപി യുധിഷ്ഠിര പ്രഭൃതയോ യാതാദിവം ഭൂപതേ. ബാക്കി യുധിഷ്ഠിരൻ മുതലായിട്ടുള്ളവരുണ്ടായിരുന്നു ദ്വാപരയുഗത്തിൽ. അവരും രാജ്യം ഭരിച്ചു. മഹാഭാരത യുദ്ധം നടത്തി 45 ലക്ഷം -10 എല്ലാവരെയും കൊന്നു. അവസാനം 36 കൊല്ലം രാജ്യം ഭരിച്ച് അവരും ഹിമാലയത്തിലേക്ക് മഹാപ്രസ്ഥാനമായി പോയി. ഒന്നൊന്നായി പഴുക്കേടക്ക വീണമായി വീണു. ഭൂപതേ, സിംഹാസനത്തിലിരിക്കുന്ന മഹാരാജാവേ, നൈകേനാഭിസമം ഗതാ വസുമതി. ഈ ഭൂമിയുണ്ടല്ലോ, അതൊരൊറ്റ ആളുടെ കൂടെ അയ്യോ പോവരുതേ ഞാനും വരാം എന്ന് പറഞ്ഞ് പിന്നാലെ പോകുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മുഞ്ച ചെറിയച്ഛ, അങ്ങ് പോകുന്ന സമയത്ത് ഈ ഭൂമി പിന്നാലെ വരും. എന്ത്? അങ്ങ് പോകുമ്പോൾ മറ്റാരുടെയും കൂടെ പോകാത്ത ഭൂമി അങ്ങയുടെ പിന്നാലെ വരും എന്ന് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, ആശ്ചര്യസൂചകമായ ഒരു പൊട്ടും തൊടിച്ച് അങ്ങോട്ട് കൊടുത്തയച്ചു. ഇവർ ചോരയും കൊണ്ടുപോയിട്ടുണ്ട്. കൊന്നോ? ഇതങ്ങോട്ട് വായിക്കുക. ആര്? മുഞ്ചൻ. വായിച്ചപ്പോൾ കണ്ടോ ആ സത്യത്തിൻ്റെ സ്പർശം. അന്നേ വരെ ചിന്തിക്കാത്തതാണ് ആ മഹാരാജാവിൻ്റെ മനസ്സിൽ തട്ടിയത്. അതിനൊരു കാരണം ഈ കൊച്ചുകുട്ടിയാണ്. സിംഹാസനത്തിൽ ഇരിക്കണം, അത് എനിക്ക് തന്നെ വേണം എന്ന് വിചാരിച്ച് ജ്യേഷ്ഠൻ്റെ മകനെ കൊല്ലാൻ തീരുമാനിച്ച് ആൾക്കാരെ പറഞ്ഞയച്ചതിന് ശേഷം ആ കുട്ടി ആദ്യമായ ഒരു അന്തിമ സന്ദേശം പ്രാണൻ പോകുന്നതിന് മുൻപ് കൊടുത്തയച്ചതാണിത്. അത് വായിച്ചപ്പോ അയ്യത്തടാ, നിങ്ങൾ കൊന്നുവോ? ഇല്ല. പിന്നെ എന്താ ഈ ചോര? അത് മൃഗങ്ങളെ കൊന്നതാ, വേഗം മടക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നോക്കൂ തത്വവിചാരത്തിന്റെ ശക്തി എത്രയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് തത്വവിചാരത്തിനുള്ള ശക്തി എന്താ? ഇന്നേ വരെ ചിന്തിക്കാത്തതും അറിയാത്തതും പറയാത്തതുമായിട്ടുള്ള കാര്യം ഇന്നിതാ നാം ആദ്യമായി കേൾക്കുമ്പോൾ
അന്നേ വരെ ഇല്ലാത്തൊരു ഉദ്ഗതി, ഒരു വികാസം, ഒരു ഉൾസ്പർശം, ഒരു ഉദാത്തത, ഒരു പ്രബുദ്ധത. അമാവാസി ദിവസം 1000 പൂർണ്ണചന്ദ്രൻ ഉദിച്ചാലത്തെ സ്ഥിതി എന്തോ അതുപോലെ ആയിത്തീരും പ്രകാശവും വിജ്ഞാനവും മഹോത്സവവും നമ്മുടെ മനസ്സിലേക്ക്. വേഗം പോയി കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അത്രേ. വിചാരത്തിന് വലിയ ശക്തിയാണ് കൂട്ടരെ, വലിയ ശക്തിയാണ്. നല്ല പോലെ മനസ്സിലാക്കൂ. ന ചമത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. ആ ഭഗവത്ഗീതയുണ്ടല്ലോ, ഭഗവത്ഗീത അതൊരു ഗീത തന്നെയാണ്, ഒരു പാട്ടാണ്. കരയുന്ന കുട്ടിയെ ഒരു പാട്ട് പാടിയാൽ കരച്ചലിന് വായ പൊത്തുപിടിക്കുകയല്ല നമ്മൾ ചെയ്യുക, ഒരു പാട്ടങ്ങോട്ട് പാടും. ആ പാട്ടങ്ങോട്ട് പാടി എന്നിരിക്കട്ടെ, ആ കുട്ടി അങ്ങോട്ട് ഉറങ്ങും. അതുപോലെ കരയുന്ന അർജുനനെ ഉറക്കിയതാണ് ഈ പാട്ട്. അത് പാടിയത് ഭഗവാനാണ്. എന്താ ഈ ഭഗവാൻ എന്നുള്ള വാക്കിനർത്ഥം? ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗയിതീരണ. 6 കൂട്ടം വിഭവങ്ങൾ, യോഗ്യതകൾ ആർക്കുണ്ടോ ആ ആളെ ഭഗവാൻ എന്ന് പറയണതാണ് നമ്മുടെ സംസ്കാരം. സമസ്തമായ ഐശ്വര്യം, ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മം, ധർമാനുഷ്ഠാനം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്ന് പറയുന്ന 6 ഇത് കൃഷ്ണനിൽ തികഞ്ഞ അളവിലുണ്ടായിരുന്നു. അതുകൊണ്ട് കൃഷ്ണൻ ഭഗവാനായി. ആ ഭഗവാനായിരിക്കുന്ന കൃഷ്ണൻ, ഭഗവാനായ കൃഷ്ണൻ പാടിയ പാട്ട് മാത്രമല്ല, അത് കേട്ട് ഗ്രഹിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ സാധർമ്മ്യം നമുക്കത് ഉണ്ടാക്കി തരും. കൃഷ്ണനെ പോലെ ഭഗവാന്മാരാവാം നമുക്കും. അതാണ് അതിന് ഭഗവത്ഗീത എന്നൊരു പേര്. അതിന് നിങ്ങൾ ഒരിക്കലും ഒരു ദർശനശാസ്ത്രം എന്ന് പറയരുത്, അത് പാട്ടാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ പാടാം, എത്ര വേണമെങ്കിൽ ട്യൂൺ ചെയ്യാം. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. എത്ര നന്നായിട്ട് പാടാം. ആ പാട്ടങ്ങോട്ട് പാടുമ്പോൾ ശ്ലോകം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം ശോകം ഇല്ലാതെയാക്കി തീർക്കുന്നത് എന്നാണ്. ഒക്കെ ശ്ലോകങ്ങളാണ്, അത്ര വിശേഷപ്പെട്ടതാണ്. അപ്പൊ ഈ ലോകത്തിനെ പറ്റി നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് ഒരു പൂർണ്ണമായ സമാധാനം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ ലോകത്തിൽ എത്ര ഭദ്രത എനിക്ക് കിട്ടിയാലും, എന്തെല്ലാം ആനുകൂല്യങ്ങൾ എനിക്ക് കിട്ടിയാലും, ഈ ലോകം ഇതാണ് എൻ്റെ വിശ്രമ കേന്ദ്രമെന്നോ, ഇതാണോ എൻ്റെ സുഖസ്ഥാനമെന്നോ, ഇതിൽ നിന്നാണ് എനിക്ക് പൂർണ്ണതയെന്നോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇതൊരു തരത്തിലുള്ള അലങ്കോലമാണ്. അത് ആവശ്യമാണ് നമ്മളെ പ്രബുദ്ധമാക്കാൻ ഇത് ആവശ്യമാണ്. നശ്വര വസ്തുക്കളോടുകൂടി സംസർഗം നടത്തുമ്പോഴേ നമ്മൾ എപ്പോഴെങ്കിലും അനശ്വരമായ ഒരു പൊരുളുണ്ടോ എന്ന് അന്വേഷിച്ച് അത് തേടിപ്പിടിക്കുള്ളൂ. നമ്മുടെ ദേഹം നശ്വരമല്ലായിരുന്നെങ്കിൽ അനശ്വരതയെ നമ്മൾ അന്വേഷിക്കില്ല. ലോകം നശ്വരമല്ലാതിരുന്നെങ്കിൽ അനശ്വരതയെ നാം തേടില്ല. അപ്പൊ അനശ്വരതയെ തേടിപ്പിക്കുന്നതും നിർബന്ധിക്കുന്നതുമാണത്. പൂർവം മനസ്സമുദിതം പരമാത്മതത്വാത് തേനാതതം ജഗതിദം സ്വവികൽപ്പജാലൈഃ ശൂന്യേന ശൂന്യമിവ തേന യഥാംബരേണ നീലത്വമുല്ലസതി ചാരുതരാഭിധാനം. ഇതും യോഗവാസിഷ്ഠ രാമായണത്തിൽ നിന്ന് വസിഷ്ഠൻ പറയണതാണ് ശ്രീരാമനോട്. പൂർവം മനസ്സമുദിതം പരമാത്മതത്വാത്. ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ആലോചിക്കരുത്. ഈ ലോകം എന്ന് പറയുന്ന പ്രതീതി, അനുഭവം നിങ്ങൾ ഉണർന്നാലല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഉണർവ് വ്യക്തീയമായി നടക്കുന്നതാണ് ഉണർവ് എന്ന് പറയുന്ന അവസ്ഥ. ആ ഉണർവിൽ ജനിക്കുന്നതാണ് ലോകം. അപ്പൊ ഈ ലോകത്തിന്റെ ഉറവിടം എന്താ? നിങ്ങളുടെ ഉണർവ്. ആ ഉണർവ് എന്ന് പറയുന്ന ജാഗ്രസ്ഥിതി ജനിക്കുന്നതോ നിങ്ങളിൽ. അതുപോലെ 2 സ്ഥിതിയും കൂടിയുണ്ട്, സ്വപ്നം, സുഷുപ്തി. അപ്പൊ ഈ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 സ്ഥിതികൾ ഉൾക്കൊള്ളുന്ന നിങ്ങൾ ജാഗ്രത്തിൽ മാത്രം രചിക്കുന്നതല്ലേ ഈ ലോകം. ലോകം എപ്പോഴെങ്കിലും എണീക്കണ കാലുണ്ടോ? അതോ നിങ്ങളാണോ എണീറ്റുറങ്ങണത്? നിങ്ങളല്ലേ എണീക്കുന്നതും നിങ്ങളല്ലേ ഉറങ്ങുന്നതും. നിങ്ങൾ എണീറ്റാലല്ലേ ഈ ലോകമുണ്ടാവുന്നുള്ളൂ. അപ്പൊ ഈ ലോകത്തിന് ഉണ്ടാക്കുന്നത് ആരാ? നിങ്ങളുടെ ഉണർവ്, നിങ്ങളുടെ എഴുന്നേൽക്കൽ. ഇതിനെ ഇല്ലാതെയാക്കി തീർക്കുന്നത് ആരാ? നിങ്ങളുടെ ഉറക്കം. അപ്പൊ നിങ്ങളുടെ ഉറക്കം ഇതിനെ ഇല്ലാതെയാക്കി തീർക്കുന്നു, നിങ്ങളുടെ ഉണർച്ച ഇതിനെ ഉണ്ടാക്കി തീർക്കുന്നു. അപ്പൊ ഈ ലോകത്തിന്റെ ബ്രഹ്മാവ്, സൃഷ്ടി കേന്ദ്രം എവിടെ? പുറത്തോ അതോ നിങ്ങളുടെ ഉള്ളിലോ?
അത് നിങ്ങൾ പറയോ? ചൊടിയോടുകൂടി പറയോ? സമ്മതിക്കോ? നമ്മൾ ഈ ലോകത്തിലെ അടിമകളല്ല, നമ്മൾ ഇതിന്റെ യജമാനന്മാരാണ്. ഇവിടെ നല്ല തൻ്റെ ഇടത്തോടും തറവാടിത്തത്തോടും ആത്മബലത്തോടും കൂടി സ്വസാഹസത്തോടു കൂടി നമുക്കിവിടെ ജീവിക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ മറ്റവന്റെ പെരപ്പുറത്ത് മത്തവുത്ത് കുത്തിയിടണം എന്നല്ല അർത്ഥത്തിന്. മറ്റുള്ളവരെ നാം ഉപദ്രവിക്കില്ല, ഈ ലോകം നമ്മെ ഉപദ്രവിക്കാൻ അനുവദിക്കുമില്ല. നമ്മള് അങ്ങനെ നല്ല ശൂരന്മാരായി വീരന്മാരായി. ഇതെവിടുന്ന് കിട്ടും? ആത്മനാവിന്ദദേവീര്യം. എന്ത്? ആത്മനാവിന്ദദേവീര്യം. തൻ്റെ ആത്മാവിൽ നിന്നാണ് നമുക്ക് വീര്യം കിട്ടുക, വേറെ ഒരു സ്ഥലത്ത് നിന്നും കിട്ടില്ല. വിദ്യയാ വിന്ദതേ അമൃതം. ആത്മവിദ്യയിൽ നിന്നാണ് നമുക്ക് അമരബോധം, അമൃതത്വബോധം നമുക്കുണ്ടാവുക. നമ്മുടെ ബുദ്ധിയാണ് നമുക്ക് സമ്മാനിക്കേണ്ടത്. ജ്ഞാനപ്രസാദേന വിശുദ്ധ സത്വ. ഉപനിഷത്ത് പാടുന്നതാണ്. നമ്മളിൽ ജ്ഞാനം പ്രസന്നമാവണം, പ്രസാദിക്കണം. നാം പുറത്തുപോയി ഒരു കല്ലിൻ്റെയും മുള്ളിൻ്റെയും പ്രസാദം അഭിലഷിക്കുന്നു, സമ്മതിച്ചു. ചെറിയ കുട്ടികൾ ചെയ്യുന്ന മാതിരി ചെയ്തോളൂ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മഹിമ. പക്ഷേ നിങ്ങൾക്ക് ശരിയായ പ്രസാദം അവനവൻ്റെ മനസ്സിൻ്റെയാണ്, ബുദ്ധിയുടെയാണ്, ജ്ഞാനപ്രസാദമാണ്. അങ്ങനെ ജ്ഞാനപ്രസാദം കൊണ്ട് വിശുദ്ധ സത്വനാകണം നിങ്ങൾ. അങ്ങനെ വിശുദ്ധ സത്വനായാലോ തതസ്തുതം പശ്യതേ നിഷ്കലം ധ്യായമാന. അവിടെ ഒരിടത്തിരുന്ന് കണ്ണടച്ച് ധ്യാനിക്കുമ്പോൾ ആ ഉൾപ്രകാശം പൂർണ്ണ ചന്ദ്രനെ പോലെ അങ്ങോട്ട് ഉദിച്ച് 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 പ്രസരിക്കുന്നത് കാണാം, അനുഭവിക്കാം. പൂർവം മനസ്സമുദിതം പരമാത്മതത്വാത്. ആദ്യമായിട്ട് ഈ പരമാത്മതത്വത്തിൽ നിന്നുണ്ടായത് മനസ്സാണ് എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടി നിങ്ങളുടെ കയ്യിലായി. മനസ്സ് മനുഷ്യനല്ലേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ലല്ലോ. അപ്പൊ ആദ്യമായി ഉണ്ടായത് മനസ്സാണ്. തേനാതം ജഗതിദം സ്വവികൽപ്പജാലൈ. അങ്ങനെ ഉണരുമ്പോ ആദ്യമായിട്ട് മനസ്സ് വന്നു. നോക്കിയപ്പോൾ റൂഫ് കണ്ടു, 4 ഭാഗത്തും ചുമര് കണ്ടു, നമ്മുടെ ശരീരം കണ്ടു. കുളിമുറിക്ക് പോയി മടങ്ങി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ജനാലയുടെ ഉള്ളിൽ നോക്കിയപ്പോൾ വിസ്താരം കൂടി കൂടി വന്നു. അപ്പൊ ഈ മനസ്സല്ലേ ഈ വിസ്തൃതി മുഴുവൻ ഉണ്ടാക്കി തരുന്നത്? ആദ്യമുണ്ടായത് മനസ്സ്. ആ മനസ്സിൽ നിന്ന് ജഗതിദം സ്വവികൽപ്പജാലൈ. ഈ ജഗത്ത് മുഴുവനും അവനവന്റെ മനസ്സ് രചിക്കുന്നതായ വികല്പങ്ങളിലൂടെ ഒരു ജാലരൂപത്തിൽ നെയ്തുണ്ടാക്കി ഒരു വല പോലെ ഉണ്ടാക്കി തീർക്കുന്നതാണ്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളാണ് ഈ പ്രപഞ്ചത്തെ ശബ്ദ സ്പർശ രസരൂപ ഗന്ധങ്ങൾ ആക്കി തീർക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നോക്കി ആകാശമിതാ അനന്തം എന്ന് പറയുന്നത് നമ്മുടെ 2 കണ്ണുകൾ കാണിക്കുന്നത് വഴിയാ. ഈ കണ്ണുണ്ടാക്കിയത് ആരാ? പുറമേയുള്ള വല്ല സാധനമാണോ അതോ നിങ്ങളുടെ ഉൾശക്തിയോ? ആ ഉൾശക്തി ഉണ്ടാക്കിയിട്ടുള്ള കണ്ണാണ് ഈ ലോകത്തിന് അനന്തത എന്ന് പറയുന്ന മാത്ര നൽകുന്നത്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നോക്കൂ എന്താണ് ചരിത്രം എന്ന്. തേനാതം ജഗതിദം സ്വവികൽപ്പജാലൈ. ഇതെങ്ങനെയാ? ശൂന്യേന ശൂന്യമിവ തേന യഥാംബരേണ നീലത്വമുല്ലസതി ചാരുതരാഭിധാനം. സന്ധ്യാസമയത്ത് സൂര്യന്റെ ആ മിന്നിത്തിളങ്ങുന്ന പ്രകാശം തീർന്നു, എന്നാൽ ഇരുട്ട് വന്നിട്ടുമില്ല. നിങ്ങൾ ആ ആകാശത്തിനെ ഒന്ന് നോക്കൂ. ആ സമയത്താണ് അതിന് ശരിയായിട്ടുള്ള നീലനിറം. ശരത്കാലത്തിലെ ആകാശം ശുദ്ധമായിരിക്കും, സ്വച്ഛമായിരിക്കും. അതിനുണ്ട് ഒരു കൗതുകം. അങ്ങനെ ശൂന്യമായിരിക്കുന്ന ഒരു വസ്തുവിൽ നീലിമ തോന്നുന്നത് പോലെയാണ് നമ്മുടെ മനസ്സ് വിസ്താരപ്പെടുത്തി ഉണ്ടാക്കി തീർക്കുന്നു ഇന്ദ്രിയങ്ങളിലൂടെ ഈ പ്രപഞ്ചം മുഴുവനും. അത് നിങ്ങൾ മനസ്സിലാക്കി എന്ത് വേണം? ഈ പ്രപഞ്ചത്തിലുള്ള ഒരു സംഭവത്തെയും ചൊല്ലി നിങ്ങളുടെ മനസ്സിൽ അനാവശ്യമോ അമിതമോ ആയ ഒരു കണക്കുകൂട്ടൽ ഉണ്ടാവരുത്. കുറച്ചു കാലത്ത് നമ്മൾ ജീവിക്കണം, അതിൻ്റെ ഇടയിൽ കുറച്ചു കാലം പഠിച്ചു, മേ ബി ഒരു കല്യാണം കഴിഞ്ഞു, 1-2 കുട്ടികളുണ്ടായി, എല്ലാം നല്ലോണം പോലെയാണെങ്കിൽ ഉറക്കെ വേണ്ടതുപോലെ ജീവിക്കും. ഓരോ ദിവസവും തന്നെത്താനെ നീങ്ങിക്കോളും. നിങ്ങൾ ദിവസമേ പോ എന്ന് പറഞ്ഞ് ഉന്തണ്ട, തള്ളണ്ട. നിങ്ങളുടെ കുട്ടിക്ക് കാലത്തുള്ള ഭക്ഷണം കാലത്ത് കൊടുത്താൽ മതി. വൈകുന്നേരം വരുമ്പോഴേ വൈകുന്നേരത്തെ ഭക്ഷണം കൊടുക്കണ്ടു. വൈകുന്നേരത്തെ ഭക്ഷണം നീ ഇപ്പം തന്നെ കഴിക്കുക എന്ന് പറഞ്ഞ് വായിൻ്റെ ഉള്ളിൽ തള്ളിക്കൊടുക്കൊന്നും വേണ്ട. അങ്ങനെ ഓരോ ദിവസമായി ആ കുട്ടി വളർന്നോളും. അങ്ങനെ ദിവസം നീങ്ങും, ആഴ്ച നീങ്ങും, പക്ഷം നീങ്ങും, മാസം നീങ്ങും, അവസാനം വർഷം നീങ്ങും. ആ കുട്ടി മുതിരും.
കുറേശ്ശെയായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങും. ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പിടിച്ചുകൊണ്ട് വരും. എന്തെങ്കിലും ഒന്ന് നടക്കും. നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട, അവിടെ നടന്നോളും അതിൻ്റെ പാട്ടിൽ. അത് കഴിഞ്ഞാൽ നമ്മൾ യവനികയ്ക്ക് പിന്നിൽ നാമും പോവും. ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട, അതിൻ്റെ പാട്ടിൽ നടന്നോട്ടെ. ആരാസൂത്രണം ചെയ്തോ ആ ആളുടെ പാട്ടിലങ്ങനെ നടക്കട്ടെ. അത് വിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. മനസ്സ് മുഷിയരുത്. നമുക്ക് നല്ല പോലെ എപ്പോഴും ഇരിക്കണം. ഞാനിനി നിർത്താം ഒരു ശ്ലോകം പറഞ്ഞ്. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ. പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഓം, ഹരി ഓം. എല്ലാവരും ഓ